ജോസഫ് ജോൺ സാർ അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു സാർ. ഗുഡ് ഈവനിങ് ഓൾ. മലയാളിയെ മാസ്മര സംഗീതത്തിന്റെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്താൻ പഠിപ്പിച്ച സംഗീത വിസ്മയം ധനുമാസ ചന്ദ്രൻ സംഗീത പ്രേമികളെയും ആരാധക വൃന്ദത്തെയും ദുഃഖത്തിലാഴ്ത്തി ഇക്കഴിഞ്ഞ 9-ാം തീയതി വൈകുന്നേരം ആ മധുചന്ദ്ര അസ്തമിക്കുമ്പോൾ പി ജയചന്ദ്രൻ എന്ന ഭാവഗായകന്റെ 6 പതിറ്റാണ്ട് ദൈർഘ്യമുള്ള ധന്യമായ സംഗീതോപാസനയ്ക്ക് തിരശ്ശീല വീഴുകയായിരുന്നു. മലയാളി മനസ്സിനെ ഇത്രയധികം വൈകാരികമായി സ്പർശിച്ച ഭാവസാന്ദ്രമായ ശബ്ദം വേറെ ഇല്ല തന്നെ. നമുക്കറിയാം, ജയേട്ടൻ ജനിച്ചത് എറണാകുളത്താണ്, രവിപുരത്ത്. സംഗീതജ്ഞൻ തൃപ്പൂണിത്തറ രവിവർമ്മ കൊച്ചുതമ്പുരാന്റെയും സുഭദ്ര കുഞ്ഞമ്മയുടെയും മകനായി 1944 മാർച്ച് 3 ജനിച്ചു. രവിപുരത്ത് നിന്നും അതിനുശേഷം ഇരിങ്ങാലക്കുടയ്ക്ക് താമസം മാറ്റുകയാണ്. നമുക്ക് ഇന്നത്തെ അനുസ്മരണ പരിപാടി ആരംഭിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശ്രീമതി ഗീതാലക്ഷ്മിയെ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ, നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ, നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. ഓംകാരം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. ഓംകാരം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. ആകിടു ചുരത്തുമൻ ജീവനെ നീ മോക്ഷ കറുക നാമ്പേകുമോ കണ്ണാ. കായാമ്പൂ തൊഴും മുകിൽ വർണ്ണ, നെയ്യാറ്റിൻ കരവാഴും കണ്ണാ, നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. കർപ്പൂരമാകട്ടെ എൻ്റെ ജന്മം. കർപ്പൂരമാകട്ടെ എൻ്റെ ജന്മം. താങ്ക് യു ഗീതാലക്ഷ്മി മാഡം. ജയേട്ടൻ പാടിയ ആ ഭക്തിഗാനം തന്നെ തിരഞ്ഞെടുത്തതിന് ഏറെ നന്ദി. നമുക്ക് അടുത്തത് ഏതാനും നിമിഷം
മൗനം ആചരിച്ചുകൊണ്ട് ഒരു സൈലന്റ് ഹോമേജ് ടു ടി ജയചന്ദ്രൻ, one and only singer who always remained close to our hearts. May his soul rest in peace. ഏതാനും നിമിഷം നമുക്ക് മൗനം ആചരിച്ച് ആത്മാവിന് നിത്യശാന്തി നേരാം. താങ്ക് യു. അടുത്തതായിട്ട് ഒരു വോക്കൽ ട്രിബ്യൂട്ട് നമ്മുടെ പി ബെസ്റ്റിന്റെ സ്വന്തം സംഗീതജ്ഞൻ, സംഗീത അധ്യാപകൻ ജയകുമാർ സാറിന്റെ വകയായിട്ട് ഒരു വോക്കൽ ട്രിബ്യൂട്ട് നമുക്ക് ഇപ്പോൾ കേൾക്കാം. യെസ് സർ. സാറ് യെസ്, audible ആണ് sir. കേൾക്കാവോ? കേൾക്കാം, audible ആണ് sir. Thank you. ഭാവഗായകന്റെ ഒരു രണ്ടുപേരി ആലപിക്കുന്നു. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു, കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. താങ്ക് യു. താങ്ക് യു ജയകുമാർ സാർ. ജയേട്ടന്റെ ശബ്ദം ആദ്യം മലയാളി കേൾക്കുന്നത് ചലച്ചിത്ര ഗാനത്തിലൂടെ കേൾക്കുന്നത് ഈ പാട്ടിലൂടെയാണ്. ആദ്യം പാടിയ പാട്ട് ഇതല്ല എങ്കിലും ആദ്യം ഹിറ്റായത്, റിലീസ് ചെയ്ത സിനിമയിലെ പാട്ടിതാണ്. ആ പാട്ട് തന്നെ ജയകുമാർ സാർ അദ്ദേഹത്തിന് ട്രിബ്യൂട്ടായിട്ട് സമർപ്പിച്ചു. നമുക്ക് അടുത്തത് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങാണ്. സ്വാഗതം ആശംസിക്കുന്നത് one of the 4 pillars of P Best, ലൈഫ് കോച്ച് ആൻഡ് ട്രെയിനർ, കമ്മ്യൂണിക്കേഷൻ കോച്ച് എന്നുള്ള നിലകളിൽ ഒപ്പം ഈണത്തിലെ ഒരു പില്ലർ കൂടിയാണ് സജീഷ് സാർ എന്നതിൽ സന്തോഷമുണ്ട്. സ്വാഗതം ആശംസിക്കുവാനായിട്ട് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സജീഷ് നെമ്മാറ സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. ആരാധനയായ വൈദ്യ സാർ, നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന മനോജ് സാർ, ഇവിടെ നമ്മുടെ വി ബെസ്റ്റിൻ്റെ ക്വാളിറ്റി അംഗങ്ങളായ ഐസക് സാർ, ജോയ് സാർ, ഒപ്പം സംഗീത ഗുരു ജയകുമാർ സാർ, അതിലെല്ലാം ഉപരി ഈ ഈണത്തിൻ്റെ നായകൻ, ഈ ഈണം പ്രോഗ്രാമിൻ്റെ ശില്പി, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ഈ സായാഹ്നം ഒത്തുകൂടാൻ നമ്മളെല്ലാം പ്രേരിപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് ജോൺ സാർ, മറ്റു പ്രിയപ്പെട്ട ഹൃദയബന്ധുക്കളെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇന്നത്തെ സായാഹ്നം
കുറക്കാലമായി സായാഹ്നത്തിലെ വി ബെസ്റ്റ് ഒന്നിച്ച് കൂടുന്നു. അത് മറ്റൊന്നിനുമായിരുന്നില്ല, വ്യാഴാഴ്ച നടക്കുന്ന ഈണം പ്രോഗ്രാമിന് വേണ്ടിയായിരുന്നു. ജോസ് ജോൺ സാറുടെ നേതൃത്വത്തിൽ 2024 ആരംഭിച്ച് 24 അവസാനിച്ച് 25 പോകുമ്പോൾ സ്വന്തമായി ഒരു ഗാനം സ്വന്തമായി എഴുതി നമ്മൾ തന്നെ ചിട്ടപ്പെടുത്തി നമ്മൾ തന്നെ ആരംഭിച്ച ഒരു പ്രോഗ്രാമോടുകൂടിയാണ് 25 ഈണം പ്രവേശിച്ചത്. വി ബെസ്റ്റിനോടൊപ്പം കലയും സാഹിത്യവും എല്ലാം ചേർന്ന് പോകുമ്പോൾ അതിൻ്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നതായിരുന്നു ഈണം. 25 നമ്മളെടുത്തൊരു തീരുമാനം ഇങ്ങനെയാണ്: ചില പ്രത്യേക അവസരങ്ങളിൽ വീണ്ടും നമ്മൾ ഒത്തുകൂടി മനോഹരമായ ദിനം നമ്മൾ ആഘോഷിക്കും. പക്ഷേ ഇതൊരു ആഘോഷരാവല്ല, ഇന്നത്തെ ദിവസം ഒരു അനുസ്മരണ ദിനമായിട്ടാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ജയകുമാർ സാർ പാടിയ പാട്ട് ഏവരുടെയും മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു ഗാനം. അതുപോലെ തന്നെ ആരെയും ഭാവഗായകനാക്കുന്ന ശബ്ദ ഗാംഭീര്യവും സ്വരവും, ഒരുപാട് ശബ്ദങ്ങളിലൂടെയും അല്ലെങ്കിൽ ഒരുപാട് മനോഹര ഗാനങ്ങളിലൂടെയൊക്കെ നമ്മളെ വിസ്മയിപ്പിച്ച അസാമാന്യ പ്രതിഭ, അങ്ങനെയൊക്കെ വേണം ഉപമിക്കാൻ. ഒപ്പം 1-2 സിനിമകളിലെ വേഷങ്ങളും, നക്ഷത്രങ്ങൾ എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ച ആ രംഗങ്ങളൊന്നും മനസ്സിൽ നിന്നും മായാതെ കിടക്കുന്ന രംഗങ്ങളാണ്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയായ ജയേന്ദ്രൻ സാർ നമ്മളെ വിട്ടുപിരിഞ്ഞ ആ ഒരു അനുസ്മരണമാണ് ഇന്ന് വൈകിട്ട് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ജയേന്ദ്രൻ സാറുടെ ഒരു പാട്ടെങ്കിലും, നമ്മുടെ മൂളിപ്പാട്ടിലെങ്കിലും വരാത്തതായിട്ട്, ബാത്റൂം സിംഗറാണെങ്കിൽ പോലും ഒരു പാട്ടെങ്കിലും വരാത്തതായിട്ട് ആർക്കും ഉണ്ടാവില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ഒത്തുകൂടിയിരിക്കുന്ന ഇങ്ങനൊരു പ്രോഗ്രാമിന് നമ്മളിവിടെ എത്തിച്ചേർന്നത്, തുടങ്ങാൻ കൃത്യം 8 മണിക്ക് തന്നെ ജോസ് ജോൺ സാർ പറഞ്ഞ പോലെ 8 മണിക്ക് തന്നെ നമ്മൾ ആരംഭിച്ചു. അപ്പോൾ ഇനി ഒരുപാട് ഗാനങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്. ഒപ്പം തന്നെ മനോഹരമായ അനുസ്മരണ പ്രഭാഷണം കേൾക്കാനുണ്ട്, എല്ലാം ഉണ്ട്. ആദ്യമേ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ബൈജു സാറിനെ ഈ ഒരു അനുസ്മരണ ചടങ്ങിലേക്ക് ആദരവോടുകൂടി എല്ലാവരുടെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ജോസ് ജോൺ സാർ ഒന്ന് ഇൻട്രഡക്ഷനിൽ സൂചിപ്പിച്ചു, അതിപ്പോൾ കുറച്ച് പേര് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം മസ്കറ്റിൽ നിന്നാണ് ഇപ്പോൾ നമ്മളോടൊപ്പം കൂടിയിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ കണ്ടാൽ, ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെ ഉപകരണങ്ങളാണ് അവിടെ ഉള്ളത് എന്ന്. ജോസ് ജോൺ സാറുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത്, ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യയിലെ എല്ലാ ഗായകരോടൊപ്പവും വേദി പങ്കിട്ട, പ്രത്യേകിച്ച് ജയേന്ദ്രൻ സാറിനോടൊപ്പം ഒരുപാട് ഗാനങ്ങൾക്ക് ഒപ്പം വേദികൾ പങ്കിടുകയും തൻ്റെ കഴിവുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത് അടുത്തറിഞ്ഞ, നമ്മളെല്ലാം കേട്ടറിഞ്ഞ എന്ന് പറയുമ്പോൾ കണ്ടറിഞ്ഞ, കൊണ്ടറിഞ്ഞ ഒരു വ്യക്തിത്വത്തെയാണ് നമുക്കിന്ന് ഇവിടെ മുഖ്യാതിഥിയായിട്ട് അല്ലെങ്കിൽ അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മനോജ് സാറിനെ വി ബെസ്റ്റിലെ എല്ലാവരുടെയും പേരിൽ, എന്താണ് വി ബെസ്റ്റ് എന്നൊക്കെ വരും സമയത്ത് നമുക്ക് സംസാരിക്കും. ജോസ് ജോൺ സാറിന് സംസാരിച്ചിട്ടാകുമെന്ന് കൊണ്ട് കൂടുതൽ ഞാൻ പോകുന്നില്ല. വി ബെസ്റ്റിലെ എല്ലാവരുടെയും പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ കോർ ടീം അംഗങ്ങൾ ജോയ് സാർ, ഐസക് സാറ്, നമ്മുടെ ക്യാപ്റ്റൻ ജോസ് കുര്യൻ സാറ്, അതുപോലെ മറ്റു ഹൃദയബന്ധുക്കൾ, ഒപ്പം വീണ്ടും ആദ്യത്തെ പദത്തിലേക്ക് തന്നെ പോട്ടെ ഇതിൻ്റെ ലീഡർ ജോസഫ് ജോൺ സാർ, എല്ലാവരെയും ഒറ്റ വാക്കിൽ, സമയപരിമിതി മൂലം ഒറ്റ വാക്കിൽ ഈ ഒരു അനുസ്മരണ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സജീഷ് നെന്മാർ സാർ. നമുക്കടുത്ത് സന്തോഷകരമായ ഒരു സമൂഹ നിർമ്മിതിയിൽ വ്യാപൃതരായിരിക്കുന്നവരാണ് വി ബെസ്റ്റ്. ആ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ മാസ്റ്ററുടെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. അദ്ദേഹം നമ്പർ 1 വിഷൻ ബോർഡ് എക്സ്പെർട്ടാണ്. ലൈഫ് കോച്ച്, മെന്റർ, മോട്ടിവേഷണൽ സ്പീക്കർ, ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ആൻഡ് മോർ. അങ്ങനെയുള്ള വി ബെസ്റ്റിൻ്റെ സാരഥിയെ ബൈജു പാം സാറിനെ സ്നേഹാദരങ്ങളോടെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. താങ്ക് യു ജോസഫ് ജോൺ സർ. താങ്ക് യു മനോജ് കുമാർ സർ. ഈ സായംകാലത്ത് ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ അങ്ങ് കാണിച്ച ആ വലിയ മനസ്സിന് ഞങ്ങൾ ആദ്യമേ
നന്ദി പറയാം. എനിക്ക് വിബെസ്റ്റും ആയിട്ടാണ് കൂടുതൽ സംഗീതവുമായിട്ട് കണക്ഷൻ ഉള്ളത്. അല്ലാതെ അതിനു മുമ്പ് വലിയ സംഗീതത്തെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ സംഗീതജ്ഞരെ കുറിച്ച് അറിയാനോ ഉള്ള സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ജോസഫ് ജോൺ സാറും ജയകുമാർ സാറും ഒക്കെയാണ് അതിലെന്റെ ഗുരുക്കന്മാർ. പക്ഷേ ജയചന്ദ്രൻ സാറുമായിട്ട് അല്ലെങ്കിൽ ഒരു കണക്ഷൻ മറ്റു രണ്ട് വ്യക്തികളുമായിട്ടാണ്. എനിക്ക് തോന്നുന്നു വിക്കിപീഡിയ ഒക്കെ പറയുന്നത് പോലെ പി ജയചന്ദ്രൻ സർ 16,000 പാട്ടുകൾ പാടിയിട്ടുണ്ടെന്നുള്ള. ഞാൻ ഈ ഗായകനുമായി, ഭാവഗായകൻ എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഭാവഗായകനുമായിട്ട് അടുത്ത് കുറച്ച് കണക്ഷൻ അല്ലെങ്കിൽ ഒന്ന് അടുത്തറിയാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നതിന് കാരണമായ രണ്ട് വ്യക്തികൾ കൂടിയാണ്. അതിലൊന്ന് നമ്മുടെ തന്നെ വിബെസ്റ്റ് അംഗമായ അനിത കർത്ത മാമാണ്. അനിത കർത്ത മാം എഴുതിയ ഒരു ക്രിസ്തീയ ഭക്തിഗാനം അദ്ദേഹം പാടുകയും അതിനെ ദൃശ്യവൽക്കരിക്കുകയും ചെയ്തു. എനിക്ക് പാടാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനതിന്റെ വിഷ്വൽസ് ജസ്റ്റ് ഒന്ന് 2 ലൈൻ പ്ലേ ചെയ്യാം. അത് പ്ലേ ആയിട്ടില്ല. കേൾക്കുന്നില്ലല്ലോ സാറേ. പ്ലേ ആയിട്ടില്ല. സൗണ്ട് കേട്ടിട്ടില്ല. സാർ പാടുന്നല്ല സാറ്. സ്റ്റക്കായി. ആണോ, നെറ്റ് ഇഷ്യൂ ആണോ? സ്റ്റക്കായി നിൽക്കുകയാണ്. യെസ്, അത് കേട്ടിട്ടുണ്ടായില്ല. കേട്ടില്ല. കുഴപ്പമില്ല. സോറി വിഷ്വൽസ് ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല, സാറേ. ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ വന്നിട്ടുണ്ട്. ഇപ്പൊ വന്നു. സോറി നെറ്റ്വർക്ക് കുറച്ച് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു. സാർ അങ്ങനെ സ്റ്റക്കായി പോയി അത് വരുമ്പോഴേക്ക്. സോറി. അപ്പോ ഒന്നാമത്തെ പാട്ട് അതാണ്. നമുക്ക് എന്തായാലും പ്ലേ ചെയ്യാനായിട്ട് കുറച്ച് ഡിലേ വന്നതിൽ ക്ഷമിക്കണം. അത് വിഷ്വൽസും കണ്ടില്ല അല്ലേ സാറേ? നോ സ്ക്രീന് മാത്രമേ കണ്ടുപോകൂ. സാറുടെ ഏതാ? എല്ലാ ഫയലും കൂടി സ്ക്രീനാണ് കണ്ടത്. അയ്യോ സോറി ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. സോറി. ഇതാണ് കണ്ടത്. ഓക്കെ. അത് നമുക്കൊന്ന് എന്തായാലും സമയം അനുവദിക്കുന്നുവെങ്കിൽ ജസ്റ്റ് 2 ലൈൻ. ഓക്കെ, താങ്ക് യു. പാടുക അല്ല സാറ് വിചാരിച്ചു ഞാൻ പാടുകയാണെന്ന്. പാടുകണ്ട. ആകാശത്തിനും മേലേ ആഴക്കടലിനും താഴെ എങ്ങും എവിടെയും എപ്പോഴും ഈശോ നിറഞ്ഞിരിപ്പൂ. ലോകം അവനായി കാത്തിരിപ്പൂ. ആകാശത്തിനും മേലേ ആഴക്കടലിനും താഴെ എങ്ങും എവിടെയും എപ്പോഴും ഈശോ നിറഞ്ഞിരിപ്പൂ. ലോകം
അവനായി കാത്തിരിപ്പൂ. ഓക്കെ, ഒരു പാട്ട് ഇതാണ്. അനിത കർത്തമയം വരുമെന്ന് പ്രതീക്ഷിക്കണം, കാരണം ആള് ട്രാവൽ ചെയ്യാണ്. ഒരുപാട് പാട്ടുകൾ ഇതുപോലെ ലളിത ഗാനങ്ങളും ഭക്തി ഗാനങ്ങളും ഒക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. ഇതാണ് എനിക്ക് പി ജയചന്ദ്രൻ സാറുമായിട്ടുള്ള ഒരു കണക്ഷൻ. കാരണം അദ്ദേഹത്തെ കേൾക്കാനും അടുത്ത് പോകാനും അവരോടൊപ്പം കുറച്ചു യാത്ര ചെയ്യാനും അശോക് സാറിനോടൊപ്പം കനിത കർത്തിയോടൊപ്പം കഴിയും. മറ്റൊന്ന്, ഇപ്പോ പുതിയ എനിക്കൊരു സുഹൃത്തുണ്ട്, കുറച്ച് സിനിമ മേഖലയിലുണ്ട്. ഏത് തലമുറയിലുള്ള ആളുകളും വ്യത്യസ്തമായ ഒരു പാട്ട് കേൾക്കണമെന്ന്, സിനിമയിൽ ഉൾപ്പെടുത്തണമെന്ന് ഏതെങ്കിലും ഒരു സംവിധായകൻ ചിന്തിക്കുകയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നത് ജയചന്ദ്രൻ സാറിനെ തന്നെയായിരിക്കും. അതിലൊന്നാണ് സൂരജ് ടോം. നിങ്ങൾക്കറിയാം, വിശേഷം എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ ഏറ്റവും അടുത്ത് നല്ല രീതിയിൽ വന്നു. സൂരജ് ആദ്യമായിട്ട് ചെയ്ത സിനിമയിലെ സ്ക്രിപ്റ്റ് മുതൽ ഞാൻ ഉണ്ടായിരുന്നു. കാരണം സ്ക്രിപ്റ്റ് കേട്ട ആദ്യ സമയത്ത് ഉള്ളത്. അന്നേ സൂരജ് ആദ്യത്തെ സെഷനിൽ തന്നെ സൂരജ് പറയും, ഇതിൽ ജയചന്ദ്രൻ സാർ ഒരു പാട്ട് പാടുന്നു, അത് തികച്ചും എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടായിരിക്കും എന്ന് പറയാൻ. അതുപോലെ തന്നെ ആ വർഷത്തെ ഏറ്റവും ഹിറ്റായ സിനിമ പാട്ടുകളിൽ ഒന്നായിരുന്നു ഈ പാട്ട്. അതുകൂടി കേൾക്കാം. അതുകൂടി കേട്ടതിന് ശേഷം നമുക്ക് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള നല്ല ഓർമ്മകൾ മനസ്സിൽ ഇങ്ങനെ അലതല്ലി എന്നും ഉണ്ടാവും, എന്നും നിറഞ്ഞു നിൽക്കുന്നു. ആദ്യത്തെ ഈ ഭക്തിഗാനത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം എന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറവായി നിൽക്കും. ഇതാണ് നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത്. ഓരോ ആളുകളുടെ ജീവിതത്തിലെയും ആ വലിയ സമ്പത്ത് നമുക്ക് നിലനിർത്താൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് വി ബെസ്റ്റ് ഉള്ളത്. നേരത്തെ പറഞ്ഞു സാറ്, നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സ്, സന്തോഷത്തിന്റെ ആ വലിയ അളവ് കൂട്ടാൻ, ലോകം മുഴുവൻ ആ സന്തോഷം കൊണ്ടെത്തിക്കാനായിട്ട് നടക്കുന്ന ആളുകൾ. അപ്പോൾ ഈ ഒരു ഫിലിം സോങ് കൂടി കേൾക്കാം. അങ്ങനെ രണ്ട് വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ സംഗീതവുമായിട്ട് കടന്നു വന്നു. ഒന്ന് ജോസഫ് ജോൺ സാർ, മറ്റേ ജയകുമാർ സാർ. ദെൻ ഈ ജയചന്ദ്രൻ സാറുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിലെ രണ്ടാമത്തെ പാട്ട് ഇതാണ്. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്. അന്നാ വഴിവരവിന് കാരണം അവളുടെ കരിനീല കണ്ണ്. അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. ഒടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. താങ്ക് യു. സമയമില്ലാത്തതുകൊണ്ട് നമുക്കിനി കേൾക്കാം പതിയെ. അപ്പൊ എനിക്ക് പാടാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. കാരണം ഇങ്ങനെ ഒരു വേദിയിൽ കുറെ സംസാരിക്കുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷനെ സംബന്ധിക്കുന്ന കഥകൾ പറയുകയോ ചെയ്യുന്നത് യോജ്യമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത് രണ്ടും അദ്ദേഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. താങ്ക് യു. ഇങ്ങനെ ഈണം സംഘടിപ്പിച്ച ഈ പ്രോഗ്രാം നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്. മനോജ് കുമാർ സാറിനെ കേൾക്കാനുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അറിയാനുണ്ട്. അതുപോലെ പാട്ട് പാടാൻ തയ്യാറായിട്ട് ഈണം ടീം റെഡി ആയിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അഭിനന്ദനം ഒരിക്കൽ കൂടി ജോസഫ് ജോൺ സാറിനെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു. താങ്ക് യു സാർ. സാറിന്റെ കേൾക്കാമല്ലോ അല്ലേ? എക്സ്പീരിയൻസ്, അദ്ദേഹത്തോടുള്ള ആ അടുപ്പവും വിവരിച്ചുകൊണ്ടുള്ള അങ്ങയുടെ വാക്കുകൾക്ക് നന്ദി. അതിലേറെ നന്ദി ഈ പാട്ടുകൾക്കാണ്. ആ പാട്ട് കേട്ടപ്പോൾ എത്ര സമയം വേണേലും ഇരിക്കാൻ എല്ലാവരും തയ്യാറായിരുന്നു എന്നുള്ളതാണ്.
വേറൊരു ലോകത്തായിരുന്നു. അതാണ് ടി ജയചന്ദ്രൻ എന്ന മാസ്മരിക ശബ്ദം. 79 വയസ്സുള്ളപ്പോഴായിരിക്കണം അദ്ദേഹം ഈ ഗാനം ആലപിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതാണ്ട് 2 വർഷത്തിനുള്ളിലാണ് ഈ അദ്ദേഹത്തിൻ്റെ ചരമത്തിന് 2 വർഷത്തിനുള്ളിലാണ്, മുമ്പാണ്. 79 ഓർ 78. നോക്കൂ, അപ്പോഴും ആ ശബ്ദം എത്ര മാസ്മരിക ഭാവം പുലർത്തുന്നു എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് അടുത്തത് ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഓർമ്മകളുടെ ഒരു യാത്രയാണ്. ഓർമ്മകളിലൂടെ അദ്ദേഹത്തോടൊപ്പം സന്തത സഹചാരിയായിരുന്ന ഒരു മ്യൂസിഷ്യൻ, അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ അനുസ്മരണ യോഗത്തിലെ കീ നോട്ട് അഡ്രസ് എന്ന് പറയുന്നത് മനോജ് കുമാർ സാറിൻ്റെയാണ്. ഒത്തിരി സ്നേഹത്തോടെ അതിലേറെ ആദരവോടെ മനോജ് കുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓവർ ടു മനോജ് കുമാർ സാർ. താങ്ക് യു ജോസഫ് ജോൺ സാർ. ബെസ്റ്റിൻ്റെ ഈ ഈണം എന്ന ഈ സംഗീത കൂട്ടായ്മയുടെ ആ പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, ഈണം. അപ്പം ഇങ്ങനെ ഈ പരിപാടിയിലേക്ക് ജോസഫ് ജോൺ സാർ എന്നോട് കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ജയേട്ടൻ്റെ ഒരു അനുസ്മരണമാണെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറേ ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ പരിപാടികളിൽ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പലർക്കും പല രാജ്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് ജോസഫ് ജോൺ സാർ പറഞ്ഞപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിന് സമയം കണ്ടെത്താമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു നമസ്കാരം. ഈ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ജയേട്ടനെ ഒരിക്കൽ കൂടി ഓർക്കാൻ എനിക്ക് കിട്ടിയ ഈ അവസരത്തിന് പ്രപഞ്ചം ഒരുക്കി തന്ന ഈ സുന്ദര സായാഹ്നത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും, ജോസഫ് ജോൺ സാറടക്കം, ബൈജു സാറടക്കം, സജീഷ് സാറടക്കം, ജയകുമാർ തുടങ്ങി എല്ലാവർക്കും ഒരു ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ ഞാൻ പറയുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന്. ജയേട്ടനെ കുറിച്ച് എങ്ങനെ തുടങ്ങണം, എന്ത് തുടങ്ങണമെന്ന് എപ്പോഴും എനിക്കൊരു ആശങ്കയായിരുന്നു. എങ്ങനെയാണ്, ഞാനൊരു 2-3 പരിപാടി അദ്ദേഹത്തിൻ്റെ ഇപ്പം തന്നെ അടുത്ത് ചെയ്തിരുന്നു. പക്ഷേ 1989 ഞാൻ ജയേട്ടനെ ദുബായിൽ വെച്ച് കാണുന്നത്. അന്ന് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാൻ പോയ സമയമാണ്. അതിനു മുന്നേ ഞാൻ ജോസഫ് ജോൺ സാർ പറഞ്ഞ പോലെ പ്രൊഫഷണലി ഐ എം എ മ്യൂസീഷ്യൻ, ലാറ്റിൻ പെർക്കഷൻ, റിതം പ്ലേ ചെയ്യുന്ന ആളാണ്. റിതം പ്ലേ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ നാട്ടിലൊക്കെ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന കോങ്കോ ഡ്രം, എല്ലാവർക്കും കോങ്കോ ഡ്രം അല്ലെങ്കിൽ ട്രിപ്പിൾ ഡ്രം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതാണ് ഞാൻ പഠിച്ച ഇൻസ്ട്രുമെന്റ്. അതിൽ കൂടെ തുടങ്ങി ലാറ്റിൻ പെർക്കഷൻസ് എല്ലാം വായിക്കുമായിരുന്നു. അക്കസ്റ്റിക് ഡ്രമ്മിൽ തുടങ്ങി ഡോലക്ക് പ്ലേ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ച കുറേ എക്സ്പീരിയൻസുമായിട്ടാണ് ദുബൈയിലേക്ക് അക്കാലത്തൊക്കെ ജോലി തേടി പോകുന്ന ഒരു സമയമാണ്. 89 കാലഘട്ടത്തൊക്കെ വിസിറ്റ് വിസയിലൊക്കെ പോയി അങ്ങനെ ജോലി ചെയ്ത്. അപ്പോൾ ഞാനിവിടെ ഫുൾ ടൈം എൻ്റെ കോളേജ് വിദ്യാഭ്യാസം തുടങ്ങി പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മുതൽ ഞാൻ പ്രോഗ്രാമിന് പോകുന്ന ആളായിരുന്നു. അപ്പോൾ ആ കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ജോലി തേടി പോയപ്പോഴും ഈ സംഗീതവുമായിട്ടാണ് ഞാൻ ദുബായിൽ പോയത്. അവിടെ ഞാൻ എത്തുന്നതിന് മുന്നേ തന്നെ എൻ്റെ കൂടെ അന്ന് പ്ലേ ചെയ്തുകൊണ്ടിരുന്ന 2-3 ആർട്ടിസ്റ്റുകളും ഒക്കെ അവിടെ പോയിരുന്നു. പ്രത്യേകിച്ച് മൈക്കിൾ എന്ന് പറഞ്ഞ ദുബായ് ഇന്ത്യൻ ഹൈസ്കൂളിലെ മ്യൂസിക് ടീച്ചറായിട്ട് അദ്ദേഹം വളരെ വർഷക്കാലം അവിടെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ അദ്ദേഹം പോയതിനു ശേഷമാണ് ഞാനും പോയത്. അവിടെ ചെന്നിട്ട് മൈക്കിൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. നല്ല കീബോർഡിസ്റ്റാണ് മൈക്കിൾ. ഇവിടുത്തെ തന്നെ ഒരുപാട് പരിപാടികൾക്ക് കീബോർഡ് വായിച്ചിട്ടുള്ളതാണ്. നല്ല മ്യൂസിക് ഡയറക്ടറാണ്, നല്ല മ്യൂസിക് സെൻസുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ എനിക്കൊരു ലേബിളായി. അങ്ങനെയാണ് 1989 ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോൾ ജയേട്ടൻ്റെ ഒരു പ്രോഗ്രാം ഇങ്ങനെ അവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഓർഗനൈസ് ചെയ്ത് നമ്മുടെ നടൻ അശോകൻ്റെ ബ്രദേഴ്സ് എല്ലാം അവിടെ സെറ്റിൽഡാണ്. അവരെല്ലാം ബിസിനസ് ആയിരുന്നു അവിടെ. അപ്പോൾ അവർ ഓർഗനൈസ് ചെയ്ത വലിയൊരു സ്റ്റാർ നൈറ്റ് ആയിരുന്നു ആ പ്രോഗ്രാം. അതിനകത്ത് അശോകൻ ഉണ്ടായിരുന്നു, മധു, ജയഭാരതി, സിദ്ദിഖ്, പിന്നെ നമ്മുടെ നടൻ ജനാർദ്ദനൻ, അങ്ങനെ ഒരു വലിയൊരു ടീം, ഒരു സ്റ്റാർ നൈറ്റാണ്. അതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഡാൻസ് ചെയ്യാൻ. അതിനകത്ത് പാടാൻ വന്നത് ജയേട്ടനാണ്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഈ നാട്ടിൽ സംഗീതമായിട്ടൊക്കെ നടന്നിട്ടും ജയേട്ടൻ്റെ കൂടെ എനിക്ക് പ്ലേ ചെയ്യാൻ അവസരം കിട്ടില്ല. എന്നാൽ മറ്റു ചില സംഗീത നമ്മുടെ ഗായകരോടൊക്കെ
ഉദാഹരണത്തിന് പറഞ്ഞാൽ വേണുഗോപാലിൻ്റെ ഓർക്കസ്ട്ര മാനേജറായിരുന്നു ഞാൻ, ജി വേണുഗോപാൽ ചേട്ടൻ്റെ. ഉണ്ണിമേനോൻ്റെ കൂടെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആ സമയത്ത് കുറേ ചാൻസുകളൊക്കെ കിട്ടിയപ്പോൾ അതൊക്കെ ഞാൻ മാനേജ് ചെയ്യാൻ, ഓർക്കസ്ട്ര മാനേജ് ചെയ്യുമായിരുന്നു, അറേഞ്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് അവിടെ പോയപ്പോൾ അങ്ങനെയാണ് 89 ഈ പരിപാടിയിൽ ഇങ്ങനെ ജേട്ടൻ മാത്രമേ വരുള്ളൂ, നാട്ടിൽ നിന്ന് ഓർക്കസ്ട്ര വരില്ല. കാര്യം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, ഒരു 6 പീസ് ബാൻഡുള്ള. നാട്ടിലെ മാതിരി എല്ലാം ഫുൾ ടീമുള്ള ഓർക്കസ്ട്ര ഇല്ല അവിടെ. അപ്പോൾ 6 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് റിതം പ്ലെയർ ആയിരുന്നു ഞാൻ വായിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ വേറെ തബലിസ്റ്റ് ഉണ്ട്, കീബോർഡിസ്റ്റ് ഉണ്ട്, ഗിറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ 6 പേരുമായിട്ട് ആണ് അങ്ങനെ ഈ പരിപാടിക്കൊക്കെ വായിച്ച്, പലരുടെയും പരിപാടിക്ക് വായിച്ചത്. അപ്പോഴാണ് ഈ പരിപാടി വന്നത്. ജയേട്ടൻ്റെ പാട്ടുകളുടെ ലിസ്റ്റ് വന്നു. വേറൊരു 2 ഫീമെയിൽ സിംഗേഴ്സ് ഉണ്ടായിരുന്നു, അവിടുന്ന് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പാട്ടുകൾ ഞങ്ങൾ മ്യൂസീഷ്യൻസ് പാട്ടുകൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ലൈവായിട്ട്, ഇന്നത്തെ മാതിരി സീക്വൻസിങ് ഫീഡിങ് ഒക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും അന്ന് ലൈവായിട്ടാണ് വായിക്കുന്നത്. ഞങ്ങളിതെല്ലാം മ്യൂസിക് നൊട്ടേഷനൊക്കെ കൃത്യമായിട്ട് പഠിച്ച് ആ ദിവസം 2 ദിവസം മുന്നേ ഇവരെല്ലാവരും അവിടെ വന്ന് ഞങ്ങളവിടെ പ്രാക്ടീസിന് പോയ ബർദുബയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഞാൻ ജയേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അതിപ്പോഴും അന്ന് ഞാൻ കണ്ടത് ഇപ്പോഴും ഒരു വിഷൻ മാതിരി എൻ്റെ സ്ട്രക്ചറായിട്ട് എൻ്റെ ഫ്രെയിമിലുണ്ട്. എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് ജയേട്ടൻ ആദ്യമായിട്ട്. അദ്ദേഹം എന്താണ് വളരെ സംസാരിക്കുന്ന എല്ലാവരും കേട്ട് കാണും, വളരെ സ്പഷ്ടമാണ് പറയുന്നതല്ല. ആ ഓർക്കസ്ട്ര എല്ലാവരെയും വിളിച്ചു, എല്ലാവരും ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സ്വയം പേരൊക്കെ പരിചയപ്പെടുത്തി. അപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധമാണ്. ജേട്ടൻ പൊതുവെ എല്ലാത്തിനും കർക്കശക്കാരനായതിൽ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത്രയും പാട്ടുകൾ കൃത്യമായിട്ട് പുള്ളി ലിസ്റ്റൊക്കെ തരും. അത് നമ്മൾ പഠിച്ചുകൊണ്ട് വേണം ഇദ്ദേഹത്തിൻ്റെ കൂടെ പ്രാക്ടീസിന് പോകാം. അപ്പോൾ ആദ്യത്തെ പാട്ട് ഞാൻ ഇവിടെ ഇപ്പം മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി പാടിയപ്പോൾ ആരാണ് ജയകുമാർ സാറ് പാടിയപ്പോൾ ഞാൻ അന്ന് പ്ലേ ചെയ്ത കുറച്ച് 1989 എന്ന് പറയുമ്പോൾ ഒരു 35 വർഷം പുറകോട്ട് പോയപ്പോൾ ഈ പാട്ടാണ് അന്ന് അവിടെ ആദ്യം ജേട്ടൻ്റെ കൂടെ പ്രാക്ടീസ് വെച്ചത്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞു. ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്തേ ഉള്ളൂ, കറക്റ്റായിട്ട് അതിൻ്റെ ബിജിയൊക്കെ വായിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പം ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ നല്ല ആർട്ടിസ്റ്റുകളാണ്. അത് അദ്ദേഹത്തിൻ്റെ പോലുള്ള ഒരു ഗായനിൽ നിന്ന് അന്നത് പറഞ്ഞു കേട്ടപ്പോഴേ ഉണ്ടായ ഒരു അനുഭവം. കാര്യം ആർട്ടിസ്റ്റുകളോട് അത്ര ഇഷ്ടമാണ് ജേട്ടനോട്. ഈ കൂടെ സ്റ്റേജിലൊക്കെ പ്ലേ ചെയ്യുന്ന, ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളോട് ഭയങ്കര ഒരു സ്നേഹവും ഒരു കരുതലും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ എവിടെയെങ്കിലും പോയാലൊക്കെ തന്നെയാണെങ്കിലും നമുക്കൊക്കെയും അതേ ഒരു സ്ഥാനം, ഒരു വ്യത്യാസമില്ല അദ്ദേഹത്തിന്. അതുപോലെ സൗണ്ട് എൻജിനീയേഴ്സൊക്കെ വന്നു കഴിഞ്ഞാലും അങ്ങനെ ഒരു പ്രത്യേകതയുള്ള സംഗീതജ്ഞന്മാർ. ശരിക്കും പറയാം എല്ലാവരും മ്യൂസീഷ്യൻസിനോട് താല്പര്യമുള്ള, എങ്കിലും ഒരു എക്സ്ട്രാ കെയർ, എക്സ് ഫാക്ടർ ജയേട്ടനെപ്പോഴുള്ള ഒരാളാണ്. അദ്ദേഹം കൂടെ കരുതും. അപ്പോൾ അങ്ങനെയാണ് ഞാനത് തുടങ്ങുക. അപ്പം ഞാൻ ഇപ്പം ജേട്ടൻ്റെ കാര്യം ഒരു ഓർഡറിലൊന്നുമല്ല പറയുന്നത്, എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ, ഞാൻ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പരിപാടി ദുബായിൽ അൽനാസർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുന്ന അവിടെയാണ്. അങ്ങനെ തുടങ്ങി. അവിടെ ആദ്യത്തെ പ്രോഗ്രാം ഫുൾ, അവിടെ ഐസ് റിങ്ക് എന്ന് പറയുന്നത് ഫുള്ള്, അതിൻ്റെ സൈഡിലും സ്റ്റേഡിയം ഉണ്ട്. അത് ഐസിങ് റിങ്കാണ്. അപ്പം നടുക്കും സീറ്റൊക്കെ ഇട്ടതിന് ശേഷം ഈസ് ഫുള്ള്. ജയേട്ടനും ഇത് തന്നെയല്ല അവർ നല്ലപോലെ അഡ്വർടൈസ് ഒക്കെ ചെയ്തിട്ടുള്ള. അപ്പം അങ്ങനത്തെ അവിടുത്തെ ഒരു ഓഡിയൻസിൻ്റെ മുന്നിൽ ഞാൻ ആദ്യമായിട്ടാണ് പ്ലേ ചെയ്യുന്നത്. ഞാൻ ചെന്നിട്ട് 1 മാസമായുള്ളൂ, അപ്പോഴത്തേക്കാണ് ഈ പ്രോഗ്രാം വന്നത്. അങ്ങനെ അത് ഒരു ഭയങ്കര സക്സസ് ആയിരുന്നു ആ പ്രോഗ്രാം. അങ്ങനെ അവിടെ തുടങ്ങി UAE മുഴുവനായിട്ട് ഏതാണ്ട് ഒരു 8-10 പരിപാടികളോളം ഉണ്ടായിരുന്നു. ഇവർ 1 മാസം അവിടെ താമസിച്ചിട്ട് ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാം തീർന്നപ്പോഴത്തേക്ക് മറ്റ് ഗൾഫ് കൺട്രികളിലേക്കൊക്കെ ഈ പ്രോഗ്രാം മറ്റ് സ്പോൺസേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് പേര്, എല്ലാവർക്കും പോരാൻ പറ്റിയില്ല, കുറച്ച് പേര് ഇവരുടെ കൂടെ അന്ന് ഖത്തറിൽ പോയിരുന്നു, ബഹ്റിനിൽ പോയിരുന്നു ആദ്യത്തെ പ്രാവശ്യം. അങ്ങനെ ഒറ്റ ഒരു 2 മാസത്തിനുള്ളിൽ ഏതാണ്ട് ഒരു 10-15 പ്രോഗ്രാമുകളോ എനിക്ക് ഓർമ്മയില്ല. ഇവരോടൊക്കെ സഹയാത്ര, നേരത്തെ പറഞ്ഞ മാതിരി സഹയാത്രികൻ ആയിട്ട് പോകാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ട്. അപ്പം ജേട്ടൻ്റെ ഒരു പ്രത്യേക, ജേട്ടനും അങ്ങനെ ഇപ്പം പോലും അങ്ങനെ മാനേജർമാരോ അങ്ങനെയൊന്നുമില്ല, പുള്ളിയാണ് എല്ലാം ഡീൽ ചെയ്യുന്നത്.
ഒരു റെക്കോർഡിങ്ങോ അല്ലെങ്കിൽ നോക്കിയാൽ ഞാൻ ജേട്ടന് എല്ലാം മാനേജ് ചെയ്യാൻ അറിയാം, ആരെയും മാനേജ് ചെയ്യാൻ അറിയാം, അത് വേറൊരു പ്രത്യേകത ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹം എത്തിൻ്റെ കൂടി ഈ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾക്കൊരു ഒരു ഒരു അടുപ്പമുണ്ട്. അപ്പോൾ ഈ യാത്രകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ ഈ പ്രാക്ടീസിന് കഴിഞ്ഞാൽ ചേട്ടൻ ഞാൻ നേരത്തെ പ്രാക്ടീസിൻ്റെ കാര്യം പറയും, ഒരു 2-3 പാട്ട് നമ്മളൊന്ന് വായിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓർക്കസ്ട്രയൊക്കെ പുള്ളി ഒന്ന് ടച്ച് ചെയ്തേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഇൻട്രഡക്ഷൻ വായിച്ചു, ബാക്ക്ഗ്രൗണ്ട് വായിച്ചു, അതൊക്കെ ആണെങ്കിൽ ഓക്കെ പുള്ളിക്ക്. എന്നാലും അത് പാടും. ഈ പാട്ടെല്ലാം പാടിക്കഴിഞ്ഞ് പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ പാട്ടുകളല്ലാത്ത പാട്ടുകളാണ് പിന്നെ പുള്ളി പാടുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. ഇപ്പം ഞാനിത് പറഞ്ഞു വരുന്നത്, ജേട്ടൻ രാത്രിയിൽ പോലും പാടുമോ എന്നറിയാം, എനിക്ക് സംശയം. ഉറക്കത്തിൽ പോലും പാടും. കാരണം പാട്ടിനോട് ഇത്ര അഭിനിവേശമുള്ള ഒരു ഗായകരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. അതായിരുന്നു ജയേട്ടൻ. അതുപോലെ തന്നെ മുഹമ്മദ് റാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയേട്ടൻ പാടിക്കാലിൽ തുടങ്ങിയ മുഹമ്മദ് റാഫിയുടെ പാട്ടുകളാണ് പാടി സിനിമാ രംഗത്തേക്ക് വന്നത്. അദ്ദേഹം സംഗീതം അങ്ങനെ ക്ലാസിക്കൽ മ്യൂസിക് ഒന്നും പഠിച്ചിട്ടില്ല, പഠിച്ചത് മൃദംഗമാണ്. അദ്ദേഹം ചെറിയ നാളിലെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു, മൃദംഗം പഠിച്ചിരുന്നു. അങ്ങനെ മൃദംഗത്തിൻ്റെ കോമ്പറ്റീഷനൊക്കെ സ്കൂൾ കലോത്സവങ്ങളിൽ പോയി യേശുദാസും ചെയ്യുന്നതിനോട് ഒരുപാട് ഒരേ സ്റ്റേജിൽ നിന്ന് പാടിയാൽ ചിലപ്പോൾ പലർക്കും അറിയായിരിക്കും. അദ്ദേഹത്തിന് മൃദംഗത്തിൽ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു, യേശുദാസിന് പാട്ടിൽ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഒരു കച്ചേരി നടത്തുന്ന ഒരു യൂട്യൂബിലൊക്കെ അത് കാണാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇദ്ദേഹത്തിൻ്റെ താളബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എന്ന് പറയണം. കാര്യം മൃദംഗം പഠിച്ച ആളാണ്. ഈ പാടുന്നവർക്കറിയാം, ഇപ്പം ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും സംഗീതമായിട്ടും വളരെ ബന്ധമുള്ളവരും ഗായകരും പാടുന്നവരും പാട്ട് ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ആയതുകൊണ്ട് ഒരു ടെമ്പോ ഉണ്ട് പാടുന്നത്. അല്ല, നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ക്ലിക്ക് 1 2 3 4 അല്ലെങ്കിൽ 1 2 3 1 2 3 1 2 3 4 ഒക്കെ ഉണ്ട്. ഇത് കൃത്യമായിട്ട് ആണ് ഞങ്ങളൊക്കെയാണ് ഇത് വായിച്ചു കൊടുക്കുന്നത്, റിതം. ഇത് കൃത്യമായിട്ട് വായിച്ചില്ലെങ്കിൽ പാടുന്നവർക്ക് പാട്ടിൻ്റെ സ്പീഡ് കൂടാം കുറയാം. അല്ലെങ്കിൽ അപ്പോൾ ആ വായിക്കുന്ന സ്റ്റഡിയായിട്ട് നമ്മൾ വായിക്കണം. അതൊരു പെർക്കഷൻ വായിക്കുന്ന ആളുടെ നമ്പർ 1 ക്വാളിറ്റി എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്റ്റഡിനെസ്. നമുക്ക് ഫിക്സഡ് ആയിട്ട് വായിക്കണം, ഓടാനും പാടില്ല, വലിയാനും പാടില്ല. ഇതിന് ജേഡൻ്റെ കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു മില്ലിമീറ്റർ മാറിയാൽ അപ്പം കൂടെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ ഒന്ന് നോക്കും. അത് അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ നമ്മൾ പാടിയാൽ മതി. ഇതാണ് ജേട്ടൻ. അപാര താളബോധമാണ് അദ്ദേഹത്തിന്. അടുത്ത കാലത്ത് ഒരു വീഡിയോ, ചെണ്ട വായിക്കുന്ന ഒരു വീഡിയോ അടുത്ത കാലത്ത് തൃശ്ശൂർ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അദ്ദേഹം ചെണ്ട വായിച്ചിരുന്നു. അതിനകത്ത് ഇടയ്ക്കൊക്കെ വായിച്ചിട്ട് അത് കണ്ടാൽ തന്നെ അറിയാം ജേട്ടൻ്റെ താളബോധം എത്രമാത്രം ഉണ്ടെന്നുള്ളത്. ഞാൻ കുറേ പ്രോഗ്രാം വായിച്ചുകൊണ്ട് അറിയാം. ഇപ്പോൾ റെക്കോർഡിങ്ങിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ക്ലിക്ക് ഇട്ടിട്ട് അതിട്ടാണ് നിങ്ങൾ പലരും കരോക്കെയൊക്കെ പാടുന്നവരാണെങ്കിൽ ക്ലിക്ക് ഉണ്ടാവും, അത് മാറില്ലല്ലോ. ഇത് പറഞ്ഞ പോലെയാണ് ഇദ്ദേഹം ഉണ്ടെങ്കിൽ ക്ലിക്കൊന്നും വേണ്ട. അത്ര പോയിന്റ് ടു ദ ടെമ്പോ, പോയിന്റ് ടു ദ റിതം ആണ് ജയേട്ടൻ. ഇതൊക്കെ ഇങ്ങനെയുള്ള പാട്ടുകൾ. അതുപോലെ ഈ രാസാത്തി വന്തു എന്നുള്ള പാട്ട് 1989 വരുമ്പോൾ ഞങ്ങളൊക്കെ അതൊക്കെ എവിടെയൊക്കെയോ വായിച്ചില്ല. പക്ഷേ അത് ആദ്യമായിട്ട് എനിക്ക് വായിക്കാനുള്ള ഭാഗ്യം അവിടെ വെച്ചാണ് കിട്ടിയത്. അതൊക്കെ പാടുമ്പോഴേ ജേട്ടന് ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ട് ഈ പാടുമ്പോഴൊക്കെ. അത് നമ്മൾ ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം അദ്ദേഹം പാടുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത, ജേട്ടന് അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടുകളെല്ലാം ബൈ ഹാർട്ടാണ്. ബൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചു, ചെറിയൊരു കുഞ്ഞു ബുക്ക്, ഒരു ഡയറി കയ്യിലുണ്ട് ആളുടെ. ചെറിയൊരു ബുക്കാണ്. സാധാരണ പാട്ടുകാരൊക്കെ ആണെങ്കിൽ സ്റ്റേജിൽ മൈക്ക് സ്റ്റാൻഡൊക്കെ വെച്ച് അതിൽ വലിയ ബുക്ക്. ജേട്ടൻ്റെ കയ്യിൽ ഒരു ചെറിയ ബുക്കേ കാണുള്ളൂ. ആ ചെറിയ ബുക്കിനകത്ത് പാട്ടുകളെല്ലാം എഴുതി വെച്ചിട്ട് അത് കുറേ ബുക്കുകളുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏത് പാട്ട് പാടണം, ഇപ്പോൾ ഗാനമേളയ്ക്കൊക്കെ പാടുമ്പോൾ ആ പാട്ടുള്ള ബുക്ക് ഏതാണെന്ന് ഇദ്ദേഹത്തിന് കൃത്യം അറിയാം. കുറേ ബുക്കുകളുണ്ടല്ലോ, ഇത് ഏതിൽ നിന്നാണ് എടുക്കുന്നത് അതാണ് പറയാം, ഭയങ്കര ഓർമ്മയാണ്. ആ ബുക്കിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പാട്ടുകളുടെയൊക്കെ എല്ലാം പുള്ളി അന്ന് റെക്കോർഡ് ചെയ്ത സമയത്ത് അടക്കമുള്ള നൊട്ടേഷൻസ് ഒക്കെ എഴുതിയ ചില ബുക്കുകൾ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയ പാട്ടുകളുടെ ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ജേട്ടൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ പുള്ളി കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ എല്ലാ പാട്ടുകളുടെയും പല്ലവി തുടങ്ങി അനുപല്ലവി ചരണം എല്ലാം കൃത്യമായിട്ട് ബൈ ഹാർട്ടാണ്. അതുപോലെ മുഹമ്മദ് റാഫിയുടെ നമ്മൾ ആരും കേൾക്കാത്ത പാട്ടുകൾ, മെലഡി പാട്ടുകൾ, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പാട്ടുകൾ ബൈ ഹാർട്ടാണ്. ജേട്ടൻ്റെ പ്രോഗ്രാമിലേക്ക് ഇടയ്ക്ക് 1-2 ഹിന്ദി പാട്ട് പാടുകയാണെങ്കിൽ ചാഹൂങ്ക മേ തുസ്സേ പാടുകയുള്ളൂ പുള്ളി. ഞാൻ
മുഹമ്മദ് റാഫി സാറ് പാടി അത് കേട്ട വേറൊരു ഫീലാണ് ജയേട്ടൻ പാടുന്നത്. അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ടത്തെ ഏതെങ്കിലും കാസറ്റ് ഉണ്ടെങ്കിൽ കേൾക്കാം. അത് ഏറ്റവും എന്താണ് എൻജോയ് ചെയ്ത് പാടുന്ന ഒരു പാട്ടുമാണ് ചെയ്യുന്നത്. അതിൻ്റെ പല്ലവി അനുപല്ലവി ഒക്കെ അതിൻ്റെ ഹമ്മിങ് അതൊക്കെ അപാര. എന്താണ് ജേട്ടനെ കുറിച്ച് ഭാവഗായകൻ എന്ന് പ്രത്യേകിച്ച് പറയണോ വേണ്ട, അത് കേട്ടാൽ മതി, അതിനകത്ത് തന്നെ എല്ലാ ഭാവവും ഉണ്ട്. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ കഥ പറയാനിരിക്കുകയാണെങ്കിൽ ഈ രാത്രി മുഴുവൻ പറയാം. അതുപോലെയാണ് ജേട്ടൻ്റെ കൂടെയുള്ള ഓരോ ഓരോ നിമിഷവും എൻജോയ് ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. അപ്പൊ ഞാൻ ഈ ഇത്രയും പരിപാടികൾ വായിച്ച ശേഷം പിന്നെ എനിക്ക് ഒരുപാട് സന്ദർഭങ്ങൾ കിട്ടിയിട്ടുണ്ട് ജയേട്ടൻ്റെ കൂടെ. ജയേട്ടനും പി ശിശുലയും കൂടെ നടന്നൊരു പ്രോഗ്രാം ദുബായിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് അന്ന് അല്ലവതാർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ റേഡിയോ സ്റ്റേഷൻ സ്ഥിരം ഇപ്പം എം ജി ശ്രീകുമാരേട്ടനെ, വേണുഗോപാലേട്ടനെ, അങ്ങനെ എല്ലാവരെയും കൊണ്ടുവരും. ആ കൂട്ടത്തിൽ ചിത്രയുടെ പരിപാടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ആറാട്ടായിരുന്നു. ഫുൾ ടൈം ഈ പറഞ്ഞ പോലെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കലും ഒരു പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ കൂടെ പ്ലേ ചെയ്യാം. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. നിറയെ പരിപാടികൾ. പ്രത്യേകിച്ചും പിന്നെ ഈ എല്ലാവതാർ സ്റ്റുഡിയോയിൽ ഒരുപാട് കാഞ്ഞങ്ങാട് രാമേന്ദ്രേട്ടന് അവരുടെയൊക്കെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വടക്കോട്ട് കണ്ണൂർ ഭാഗത്തുള്ളവർക്ക് ഭയങ്കര ആരാധനയാണ് കാഞ്ഞങ്ങാട് രാമേന്ദ്രേട്ടൻ. അതുപോലെ ഈ പി സുശീലയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ പറയാം. പി സുശീലയുടെ ഫോട്ടോ വെച്ച് ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ശരിക്കും ജയേട്ടൻ. സംഗീത ദേവത എന്നാണ് പറയുന്നത്. ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. അടുത്ത കാലത്ത് എറണാകുളത്ത് ഒരു പ്രോഗ്രാമില്ലേ, മനോരമയുടെ ഒരു അവാർഡ് ഫംഗ്ഷനിൽ പി സുശീലയ്ക്ക് അവാർഡ് കൊടുത്തിട്ട് അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് സീൻ ദിസ് വീഡിയോ. കുറെ നേരം അങ്ങനെ കടന്നു. സുശീലയുടെ പാട്ടുകൾക്ക് അദ്ദേഹം പറയുന്നത് അതുപോലെ സുശീലാമ്മ വർത്താനം പറഞ്ഞതിൽ അതിനകത്ത് മെലഡി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഭയങ്കര വീക്ക്നെസ് ആണ്. സുശീലാമ്മയുടെ പാട്ടുകളെല്ലാം അദ്ദേഹത്തിന് കാണാപ്പാടാണ്. പാടും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ. അദ്ദേഹത്തിനോടൊന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ജേട്ടൻ അദ്ദേഹം പാടിയ പാട്ടല്ല പാടുന്നത്. അങ്ങനെയുണ്ട് പ്രത്യേകത. അതെന്താണ് ചോദിച്ചാൽ പറയാം, ആ പാട്ട് പാടിയത് നിങ്ങൾക്ക് കേൾക്കാനായി. എനിക്കിഷ്ടപ്പെട്ട എൻ്റെ പാട്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാട്ടുകളാണ് അതെല്ലാം. അത് ഞാൻ അറിയാണ്ട് പാടിപ്പോണ്. പ്രത്യേകിച്ച് മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ. എത്ര പാട്ടുകൾ ബൈഹാർട്ട് അറിയാമെന്നറിയാം. രാത്രികളൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് വണ്ടിയിൽ പോകുമ്പോൾ അദ്ദേഹം ഈ ഉറക്കമില്ല അദ്ദേഹത്തിന്. വളരെ ചുരുങ്ങിയ സമയത്ത് യാത്രകളിലൊക്കെ അങ്ങനെ ഈ ഹിന്ദി പാട്ടുകളൊക്കെ പാടുന്ന ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നു. അതേപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ആ കാലഘട്ടത്തിൽ ഒരു 95 ഒക്കെ ആയപ്പോഴത്തേക്ക് അവിടെ സ്ഥിരം സിംഗേഴ്സ് വരാൻ തുടങ്ങി. അങ്ങനെ വന്ന ഒരു സിംഗറാണ് പ്രിയപ്പെട്ട മിൻമിനി. മിൻമിനിയാണെങ്കിലും ഞങ്ങളൊക്കെ മിനി എന്നുള്ളൂ, ഒരു മിനി കുറവാണ്. കാര്യം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പാടുമ്പോൾ മുതലേ ഞങ്ങളൊക്കെ വായിക്കുന്ന ഓർക്കസ്ട്രയിൽ സ്ഥിരം ഗായികയായിരുന്നു മിൻമിനി. ഞാൻ ഇവിടെ ആയിരുന്നപ്പോഴും ഉണ്ട്, മിക്കവാറും എവിടെ പോയാലും ഞങ്ങളൊക്കെ പല ഓർക്കസ്ട്രകളിൽ പോയി വായിക്കുന്നവരായിരുന്നു കേരളത്തിൽ തന്നെ. റെക്കോർഡിങ്ങിന് എറണാകുളത്ത് തരങ്ങിണി, അങ്ങനെ ഫുൾ ടൈം മ്യൂസീഷ്യൻ. അപ്പം മിനി അന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. മിൻമിനി ആക്കിയത് ശരിക്കും വേറെ ആരുമല്ല, അത് ജയേട്ടൻ തന്നെയാണ്. മിൻമിനിയെ ഇവിടുന്ന് മദ്രാസിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ചിലവിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടോടു കൂടി ഇളയരാജയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ അവസരം ഒരുക്കി കൊടുത്തത് ജയേട്ടനാണ്. അത് കഴിഞ്ഞ ദിവസം ജോസഫ് ജോൺ സാറൊക്കെ ഉണ്ട്. ഞങ്ങളൊരു പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഒരു അഭ്യർത്ഥന പ്രകാരം മിൻമിനിയെ ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. അന്ന് മരിച്ചതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് വന്നത്. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, മനോജേട്ടാ എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ. അത്രമാത്രം സങ്കടമായിരുന്നു. അവസാനം മിൻമിനിയുടെ ഹസ്ബൻഡിൻ്റെ പേര് ജോയ് എന്നാണ്. ജോയ് നല്ല കീബോർഡിസ്റ്റാണ്. അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു. ജോയാണ് മിൻമിനിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് അക്കാലത്ത് ചെറിയ തുടക്കത്തിലും തുടങ്ങി അവരെ ആണ് ഞങ്ങളൊക്കെ. പക്ഷേ ആ ആൽബം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മിൻമിനിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മിൻമിനി വരികയും അതിനകത്തിരുന്ന് മിൻമിനിയുടെ ആത്മകഥ പോലെ പറഞ്ഞിട്ടുണ്ട്. ലിറ്ററലി ഷി വാസ് ക്രൈയിങ്. അതിനകത്ത് താമസിക്കാൻ സ്ഥലം സ്ഥിരമായിട്ട് റെക്കോർഡിങ്ങിന് വേണ്ടി ഒരു സ്റ്റുഡിയോയുടെ അടുത്ത് തന്നെ സ്ഥലം ഉണ്ടാക്കി കൊടുത്തിട്ട് വലിയ പാടായിരുന്നു രാത്രിയിലൊക്കെ ആ വഴിക്കൊക്കെ പോരാ. എന്നാലും ജയേട്ടൻ്റെ ഒരു M8 സ്കൂട്ടറോ മറ്റോ ഓടിച്ച് ദിവസം വരെ കാണാൻ വരും പോലും രാത്രി, സുഖമാണോ എന്നറിയാൻ. അപ്പം അത്ര ഒരു
ഗായൻ എന്നുള്ള ഒരു ജേട്ടനല്ലാതെ ഒരു മനുഷ്യ സ്നേഹി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ടെന്ന് ആണ് പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ ഫിനാൻസ് ഇടപാടുകളിലൊക്കെ ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ അദ്ദേഹത്തിലൂടെ വായിച്ചപ്പോഴൊക്കെ കൃത്യമാണ്. ഒരു ചെറിയ കാര്യം മാത്രം പറയാം. ഞങ്ങൾക്കൊക്കെ പ്രോഗ്രാമിന് പ്ലേ ചെയ്യുമ്പോൾ കോൾ ഷീറ്റ് എന്നാണ് നമ്മുടെ ഭാഷയിൽ അതിന് പറയുന്നത്. കോൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പേയ്മെൻ്റ് ഉണ്ട്. ഈ കോൾ ഷീറ്റ് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ തരുന്ന പല ഗായകരും ഉണ്ട്, പല ഓർഗനൈസേഴ്സും ഉണ്ട്. അതിലൊരാളാണ് ജേട്ടൻ. ആദ്യമേ നമുക്ക് കിട്ടാനുള്ള ആ പൈസ തരും. ഒരു ലയബിലിറ്റിക്കും ജേട്ടൻ പോകില്ല. അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ അധ്വാനമാണ്. ഈ അധ്വാനം നിങ്ങളുടെ കയ്യിൽ വെച്ച് തന്നെ അത് പ്ലേ ചെയ്യുമ്പോൾ അതിനാണ് എനർജി എന്നാണ് അദ്ദേഹം വെച്ചുകൊണ്ടിരുന്നത്. വളരെ അദ്ദേഹം ഈ ഫിനാൻസ് കാര്യങ്ങൾക്ക് വളരെ ഡീലിംഗ് ആണ്. പരിപാടിക്ക് പോയാലും എന്നാൽ അതേമാതിരി സ്ട്രിക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പൈസ അദ്ദേഹത്തിന് കിട്ടിയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ നമ്മൾ സാധാരണ കാണുന്ന ജേട്ടനിൽ നിന്നല്ലാതുള്ള ഒരുപാട് കഥകൾ എനിക്ക് അറിഞ്ഞുകൂടാ. സമയം വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഓർമ്മകളിൽ വരുന്ന കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അദ്ദേഹത്തിനെ കുറിച്ച് ഇനി എന്തെല്ലാം കാര്യങ്ങൾ പറയണമെന്ന് വേണമെങ്കിൽ ഒത്തിരിയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഏതാണ്ട് ഒരുമാതിരി കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ സമയത്തിന് വലിയ വാല്യൂ ഉണ്ട്. അപ്പോൾ അതായിരുന്നു ജയേട്ടൻ്റെ കൂടെ അങ്ങനെ ഒരു സംഗീത യാത്രയിൽ, പ്രത്യേകിച്ചും അദ്ദേഹത്തിനോടൊക്കെ ഒപ്പം ഒരു സ്റ്റേജിലൊക്കെ കിട്ടാനുള്ള അവസരങ്ങളും വളരെ കാഷ്വലായിട്ട് ഒരു വലിയ സ്നേഹം കൂടെയായിരുന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ എന്തോ എത്രയോ ഗായകരുണ്ട്, ഞങ്ങളൊക്കെ എത്രയോ ഗായകരുടെ കൂടെ വായിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിലും ജയേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ അത് ഒരു വാക്വം മാതിരി എനിക്കുണ്ടായിരുന്നു. ഞാൻ ജേട്ടനെ കാണാൻ പോലും ഇവിടെ അടുത്ത് അന്ന് മരിച്ച സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കാണാൻ പോലും പോയില്ല. എനിക്ക് അദ്ദേഹത്തിനെ ആ രീതിയിൽ കാണണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ്. പക്ഷേ ജയേട്ടൻ എങ്ങും പോയിട്ടില്ല. അദ്ദേഹം എങ്ങും എവിടെ പോകാനാണ്. ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ അദ്ദേഹം പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം പാടിയ ഒരു പാട്ട് കേൾക്കാത്ത ദിവസം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എങ്ങനെയെങ്കിലും നമ്മൾ കേട്ടു, അല്ലെ ടി വിയിലാണെങ്കിലോ റേഡിയോയിലാണെങ്കിലോ FM-ലാണെങ്കിലോ കാറിലാണെങ്കിലോ ജയേട്ടൻ്റെ ഒരു പാട്ട് നമ്മൾ കേൾക്കാത്തൊരു ദിവസം അതൊരു അതിശക്തിയല്ല ശരിക്കും പറയാം. അല്ലെ നമ്മൾ തന്നെ കേൾക്കുക എന്നൊരു പാട്ട് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇതുപോലുള്ള സംഗീത കൂട്ടായ്മയിലെ ആൾക്കാർക്കൊക്കെ പാടാൻ ഇപ്പോഴും ഇഷ്ടം പഴയ പാട്ടുകളാണ്. അതിന് യാതൊരു തർക്കവുമില്ല. ഇന്നത്തെ പാട്ടുകളിൽ ഒന്നും ഞാൻ പറയുന്നതല്ല, ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള പാട്ടുകളാണ് വരുന്നത്. അദ്ദേഹം ഈ കാലഘട്ടത്തിന് വേണ്ടിയ പാട്ടുകൾ ഇപ്പോഴും എടുത്തു നോക്കുക, എന്തോരം വെറൈറ്റി പാട്ടുകൾ പാടി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ആർക്കും പാടാൻ പറ്റത്തില്ല. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. യേശുദാസിനെ അനുകരിക്കുന്ന ഒരുപാട് ഗായകർ വന്നു. യേശുദാസിനെ പോലെ ശബ്ദവും വേഷവും ഒക്കെ ഇട്ട കുറേ ഗായകർ വന്നു. വെള്ള ഷൂ അടക്കം, ദാസേട്ടനെ പോലെ വെള്ള സ്ട്രാപ്പ് അടക്കം അങ്ങനെ അനുകരിച്ച് പാടി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് സാമീപ്യമുള്ള പലരും വന്നു. ആരെങ്കിലും ജയേട്ടനെ പോലെ പാടുന്ന അതേപോലെ അല്ലെ ആ വോയിസ് ഉള്ള അല്ലെങ്കിൽ ആ ക്ലാരിറ്റി ഉള്ള ആ ഭാവമുള്ള ഒരു ഗായകനെ ആർക്കെങ്കിലും പറഞ്ഞു തരാമോ? ഇല്ല. ജയേട്ടന് ഒന്നുപോലെ പകരം വെക്കാൻ ആളില്ലാതായിട്ട് അദ്ദേഹം പോയിരിക്കുന്നു. അദ്ദേഹത്തിനെ കൊണ്ട് പ്രത്യേകിച്ച് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പം ബൈജു സാറൊക്കെ പറഞ്ഞു, അദ്ദേഹം സിനിമയായിട്ട് ഒരു സംവിധായകൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യമാണ് പാട്ട്. സംഗീത സംവിധായകനോട് പറഞ്ഞിട്ട് അത് പാടി കേട്ടിട്ട് അത് പിക്ചറൈസ് ചെയ്ത് വരുമ്പോൾ ആണ് സംവിധായകൻ വിഷ്വലൈസ് ചെയ്ത ശരിക്കുള്ള കണ്ടന്റ് വരുന്നത്. അതാണ് അദ്ദേഹം മനോഹരമാക്കുന്നത്. പണ്ടത്തെ പാട്ടുകളൊക്കെ എടുത്ത് നോക്കിക്കോളൂ. അന്ന് പ്രേം നസീറും സത്യൻ മാഷിനെ അതുപോലെയാണ്, ഭയങ്കര ഇഷ്ടമാണ് സത്യൻ മാഷിന് വേണ്ടി ഒരുപാട് മധു. അപ്പോൾ അവരൊക്കെ പാടിയത് പ്രേം നസീർ സാറ് പിന്നെ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം പാടുന്നതെന്ന് എല്ലാവരെയും ധരിപ്പിച്ചിട്ടേ പോകുള്ളൂ. അത്രമാത്രം ലിപ് സിങ്കിങ്ങും ഒക്കെയുള്ള ഗായകനാണ്. അപ്പോൾ ജയേട്ടൻ പാടിയതൊക്കെ ഇവർക്ക് വേണ്ടിയാണ്. ആ പിക്ചർ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ എനിക്ക് ഈ പറയുന്ന എൻ്റെ അനുഭവങ്ങൾ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ പോലും ജീവിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്ന് കുറേ പ്രോഗ്രാമിന് വായിക്കാൻ എന്നെപ്പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ശരിക്കും പറയാം ജയേട്ടന് പെർമനൻ്റായിട്ടൊരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നില്ല ശരിക്കും പറയാം. ഇപ്പോൾ ദാസേട്ടനൊക്കെ അന്ന് പാടിക്കാരും പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ എറണാകുളത്തു നിന്നുള്ള നമ്മുടെ മാനുവൽ അടക്കം കൊച്ചാൻ്റെ ചേട്ടന്
ജർസപ്പൻ ചേട്ടൻ, അങ്ങനെ ഒരു ഫിക്സ്ഡ് ആൾക്കാരുണ്ട് വർഷങ്ങൾ, അവരെ വായിക്കുള്ളായിരുന്നു ചേട്ടൻ യേശുദാസിന് വേണ്ടിയിട്ട്. അതിൽ പിന്നൊക്കെ മാറി. ജേട്ടൻ അങ്ങനെയല്ല, ആരുടെ കൂടെയും പോയി പാടും, ഏത് ഓർക്കസ്ട്രയിലും പോയി പാടും. പക്ഷെ പാടുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനിൽ അദ്ദേഹം ഇവരെ കൊണ്ടൊക്കെ വായിപ്പിക്കും. അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടത് എന്താണെന്ന് അറിയാം, ഒരു സപ്പോർട്ട്. ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട്, റാസൽ കെയ്ം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സൗണ്ട് ഓപ്പറേറ്ററുടെ നേരെ അദ്ദേഹം ചൂടായി, മൈക്കിന് ഹൗളിംഗ് ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ചേട്ടന് ഭയങ്കര റിയാക്ഷനുള്ള ആളാണ്. ആ റിയാക്ഷനെ ഒരു സെക്കൻഡ് നേരം കൊണ്ട് പോവുകയും ചെയ്യും. റെസ്പോൺസ് അല്ല ചേട്ടന് പലപ്പോഴും. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. റെസ്പോൺസും റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസം അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം ആരോടും ഒരു കോംപ്രമൈസിനൊന്നും പോത്തൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് അന്ന് 2 പ്രാവശ്യം ഹൗൾ ചെയ്തപ്പോഴൊക്കെ ജേട്ടനോട്ടിരുന്ന് നമ്മൾ പ്ലേ ബിടൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അദ്ദേഹം നോക്കും. ഇപ്പോൾ ഓർക്കസ്ട്രയിൽ ഉള്ളവരാണെങ്കിൽ പോലും അദ്ദേഹം നോക്കി കഴിഞ്ഞാൽ അപ്പോഴൊന്നും റിയാക്ട് ഒന്നുമില്ല. കാര്യം ഒരു പബ്ലിക്കിൻ്റെ മുന്നിലാണെന്ന് അദ്ദേഹം പാടുന്നത്. അപ്പം പിന്നെ ചിലപ്പോൾ നമ്മളോടൊക്കെ പറയും, പ്രാക്ടീസിനൊക്കെ അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പാടിച്ചിട്ട് ശരിയാക്കടോ, അങ്ങനെ പുള്ളിയായിട്ടുള്ള സ്റ്റൈലൊക്കെ പറയുമെങ്കിലും ഒരു ശകാരത്തിനും ഒരു ഭാവം ഉണ്ടായിരുന്നു ചേട്ടന്. നമുക്ക് ശകാരിക്കാൻ തോന്നില്ല, അതപ്പം തന്നെ മാറും. പിന്നെ അടുത്ത തമാശ, അപ്പം അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. അപ്പം ഈ കഥയോടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ എൻ്റെ സമയം കൂടിയെന്ന് എനിക്കറിയെങ്കിലും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കുറച്ച് കുറച്ച് ഫീലിങ്സ് ഒക്കെ ഉള്ള കാരണമാണ് ചേട്ടൻ്റെ കാര്യം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരുമ്പം അതിലേക്ക് പോകുന്നുണ്ട്. ഈ സൗണ്ട് ഹാൻഡിൽ ചെയ്ത ആൾ 2 ദിവസം ഹൗൾ ചെയ്തപ്പം അവസാനം പുള്ളിക്ക് പാട്ട് നിർത്തി ഇദ്ദേഹത്തിനോട് പറയേണ്ടി വന്നു. അത്രമാത്രം ടെൻഷൻ ഉണ്ടാക്കി സൗണ്ടിൽ. പരിപാടി എല്ലാം കഴിഞ്ഞ് ആ സൗണ്ട് മധു എന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മധു പുള്ളിയെ വിളിച്ചിട്ട് സോറി പറഞ്ഞു. ചേട്ടൻ, എടോ ഇതാണ്, ഞാൻ ഗായകനാണ്, ഞാൻ ഇന്ന് പാടുമ്പോൾ ഞാൻ മറ്റുള്ളവരെ കേൾപ്പിക്കാനാണ് പാട്ട്, അപ്പം അതിൽ വരുന്ന എല്ലാ അപാധകളും എൻ്റെ അപാധകളാണ്, അതുകൊണ്ട് ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞിട്ട് ആ മധുവിനോട് അദ്ദേഹം ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള വളരെ മനുഷ്യത്വമുള്ള, എല്ലാവരോടും സ്നേഹമുള്ള, നമുക്ക് അത് അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ ചെല്ലുമ്പോൾ പലരും പറയാറുണ്ട് ചേട്ടൻ വളരെ റഫാണെന്നൊക്കെ. പക്ഷേ അങ്ങനല്ല, നമ്മൾ ആ സംസാരത്തിലുണ്ടല്ലോ അതിനകത്തോട്ടൊരു മെച്ചത്തിൽ. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ഇറങ്ങിയ കുറേ വിവാദ വീഡിയോകളൊക്കെ ഉണ്ട്, എന്നൊക്കെ പറയാം. ഞാൻ അതിലേക്കും പോകുന്നില്ല. പക്ഷേ അതെല്ലാം കഴിഞ്ഞാലുണ്ടല്ലോ, പുള്ളി പറയുന്ന അവസാനത്തെ ഒരു നോട്ടിൽ ഇതിനൊരു സൊല്യൂഷനോ അല്ല, ഇതെല്ലാം മാഞ്ഞു പോകുന്ന രീതിയിലാണ് ചേട്ടൻ എല്ലാ കാര്യങ്ങളും കൺക്ലൂഡ് ചെയ്യുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി എന്നെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യാനും, ജോസഫ് ജോൺ സാറിനോടുള്ള എല്ലാ കൃതജ്ഞതയും ഞാൻ ഈ സമയത്തിൽ രേഖപ്പെടുത്തുന്നു. സാറും ഞാനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഗീത സഭകളിലൊക്കെ കൂടാറുണ്ട്. പ്രിയ ജോസഫ് ജോൺ സാറിൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിനുള്ള സംഗീതത്തെക്കുറിച്ചുള്ള മ്യൂസിക് തെറാപ്പിയൊക്കെ. അപ്പോൾ അതെല്ലാം വളരെ ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ അത് ശ്രദ്ധിക്കാറുണ്ട്. അതിൽ കുറേ ഗുണങ്ങളും കിട്ടാറുണ്ട്. അതുപോലെ ഈ വെസ്റ്റിൻ്റെ ഈണം എന്ന് പറഞ്ഞ ഈ സംഗീത കൂട്ടായ്മയിലെ എല്ലാവർക്കും നിങ്ങളൊക്കെ കാണാനും ഇങ്ങനെ ഒരു അവസരം ഉണ്ടായത് വീണ്ടും എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നടന്നുകൊണ്ട് ഈ രാത്രി ശുഭകരമായിരിക്കട്ടെ എന്ന അവസാനത്തോടുകൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് സാർ. ശരിക്കും കേട്ട് മതിയായില്ല എന്നാണ് ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും തോന്നുന്നത്. നമ്മുടെ സമയപരിമിതി കൊണ്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. മനോജ് കുമാർ സാർ മസ്കറ്റിൽ ഒരു വലിയ ഉദ്യോഗം വഹിക്കുന്ന ആളാണ്. വാട്ടർ മാനേജ്മെന്റ്, ഐ തിങ്ക് മസ്കറ്റിലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ് അദ്ദേഹം. ഒപ്പം സംഗീതം കൂടെ കൊണ്ട് നടക്കുന്നു എന്നുള്ളത് എന്നെ വിസ്മയിപ്പിക്കുന്ന കാര്യമാണ്. അതിന്റെ ഗുണം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, ജയചന്ദ്രൻ ആലപിച്ച ഗാനങ്ങൾ, ജയചന്ദ്രൻ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മനോജ് കുമാർ സാർ പറഞ്ഞു എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ജയേട്ടൻ എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ജയചന്ദ്രൻ എന്ന് പറയുന്നത്. ടി ജയചന്ദ്രൻ ആലപിച്ച ഗാനങ്ങൾ മലയാളിക്ക് മനസ്സിൽ തേന്മഴ പെയ്യുന്നത് പോലെയാണ്. കേൾക്കും തോറും ഇഷ്ടം തോന്നും, ഇമ്പം കൂടുന്ന ആ സ്വരമാധുര്യം. ആർ.കെ. ദാമോദരൻ പറയുന്നു, ജയൻ സ്വയംഭൂവായ ഗായകനാണ്. സ്വന്തം പാട്ട് അനുകരിക്കാൻ ജയചന്ദ്രന് പോലും സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കുറച്ച് പാട്ടിനെ സ്നേഹിക്കുന്നവർ ജയചന്ദ്രൻ്റെ ഗാനങ്ങൾ ആലപിക്കാനായിട്ട് മുതിരുന്നത്. പാളിച്ചകളുണ്ടാകാം, എങ്കിലും ഇതൊരു ഗാനാർച്ചനയായിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ്.
മനോജ് കുമാർ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ പ്രോഗ്രാമിന്റെ ഈ അനുസ്മരണ പരിപാടിയുടെ ടൈറ്റിൽ അനുരാഗ ഗാനം പോലെ ഒരു മനുഷ്യൻ. അനുരാഗമാണ് ഏറ്റവും വലിയ അല്ലെ വികാരം, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന അനുരാഗ ഗാനമോ ഗാനത്തിന്റെ ഏറ്റവും സബ്ലൈം ആയിട്ടുള്ള അതെന്ന് നമുക്ക് വേണേൽ പറയാം. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ, മനുഷ്യത്വത്തിന്റെ ഒരു പ്രതിരൂപം. ഇപ്പോൾ മനോജ് കുമാർ സാറിന്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് അത് മനസ്സിലായി. എത്രയോ അനുഭവങ്ങൾ ഞാൻ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. പക്ഷേ മിൻമിനിയുടെ അനുഭവം, ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ മിൻമിനി അക്ഷരാർത്ഥത്തിൽ കരയുകയായിരുന്നു. അത്ര മാത്രം സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ ഒരു വഴികാട്ടി, സഹോദരൻ. ഓക്കെ, അപ്പം ഈ രണ്ട് വശങ്ങളാണ്, രണ്ട് ചിറകുകളാണ് ജയേട്ടനുള്ളതെന്ന് നമുക്ക് പറയാം. ഗാനം, സംഗീതം, അത് ഒരു ചിറക്, അതിൽ വിട്ടുവീഴ്ചയില്ല. മനോജ് സാർ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ മനുഷ്യത്വത്തിന്റെ ഭാവം, പച്ചയായ മനുഷ്യൻ, തുറന്നു പറയുന്ന മനുഷ്യൻ, നിഷ്കളങ്കനായ മനുഷ്യൻ. ഇതൊക്കെയായിരിക്കും പലപ്പോഴും അദ്ദേഹത്തെ ശോഭിപ്പിച്ചതൊക്കെ. ശോഭിച്ചെങ്കിലും നമ്മൾ കേട്ടില്ലേ ആ മനസ്സ് എത്രമാത്രം, ആ ഹൃദയം എത്ര ആർദ്രമായിരുന്നു. അപ്പോൾ അനുരാഗ ഗാനം പോലെ ഒരു മനുഷ്യനെയാണ് നമ്മളിന്ന് അനുസ്മരിക്കുന്നത്. നമുക്ക് അമ്മമാർ പാടുന്ന താരാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ അച്ഛൻ്റെ താരാട്ടോ ONV എഴുതി ജയചന്ദ്രൻ ആലപിച്ച ആ താരാട്ട്, നമുക്ക് അച്ഛൻ്റെ താരാട്ടം കേൾക്കാം. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമ്മേ, സ്വച്ഛശാന്തം എന്നോമൽ മയങ്ങിടുമ്പോൾ. ആ ഹൃദയത്തോട് പോലും പറയുകയാണ്, പൂങ്കുയിലെ നീ ഒന്ന് നിന്റെ ശ്രുതി താഴ്ത്തിപ്പാടും. നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നത് മിനി റോസ് ടീച്ചറാണ്. മിനി റോസ് മാഡത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏവർക്കും ഗുഡ് ഈവനിങ്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, ഇന്നൂമലുറക്കമായി ഉണർത്തരുതേ, ഇന്നൂമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നീലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഉച്ചത്തിൽ വിളിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമിന്നോമൽ മയങ്ങിടുമ്പോൾ. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമിന്നോമൽ മയങ്ങിടുമ്പോൾ. എന്നോടൊപ്പം നടന്നത് പത്മങ്ങൾ തരൂ, ആട്ടിനു യാത്ര നിദ്രതൻ പടിവരെ, താമര മലർമിഴി അടയും വരെ. താരാട്ടിനു യാത്ര നിദ്രതൻ പടിവരെ, താമര മലർമിഴി അടയും വരെ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, ഇന്നൂമലുറക്കമായി ഉണർത്തരുതേ, ഇന്നൂമലുറക്കമായി ഉണർത്തരുതേ. താങ്ക് യു ടീച്ചർ മനോഹരമായിട്ട് പാടി. ശ്രീകുമാരൻ തമ്പി സാർ രചിച്ച ഒരു ഗാനമാണ് അടുത്തത്. ദക്ഷിണാമൂർത്തി സ്വാമികൾ സംഗീതം നൽകിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയെ കുറിച്ച് പറയുമ്പോൾ, ജയേട്ടൻ മരിച്ച ആ ദിവസം വൈകുന്നേരത്തെ TV-യിലുള്ള സെഷനിൽ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഉടനെ പോകണം. അവർ തങ്ങളിൽ ഒരു സഹോദര ബന്ധമായിരുന്നു. നോക്കൂ, 11-ാം തീയതി, അതായത് ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ആ ദിവസം ഞാൻ അവിടെ പോയിരുന്നു, പാലിയത്ത്. ഞാൻ അവിടെയും കണ്ടു ശ്രീകുമാരൻ തമ്പി സാർ. അവർ തങ്ങളിലെ ആ ഒരു സാഹോദര്യത്തിൻ്റെ അതിൻ്റെ മുമ്പിൽ നമുക്ക് നമിക്കണം. ആ
ശ്രീകുമാരൻ തമ്പി സാറും ജയേട്ടനും ചേർന്ന് ഒത്തിരി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്, രചനയും ആലാപനവും. അതിലൊരു ഗാനമാണ് ഇന്ന് ലിസി ടീച്ചർ നമുക്ക് വേണ്ടി ആലപിക്കുന്നത്. ഓവർ ടു ലിസി ടീച്ചർ. താങ്ക് യു സർ. അശ്വതി താങ്ക് യു സർ. നക്ഷത്രമേ. ഭാവഗായകന് മുന്നിൽ, അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ പാട്ടിലേക്ക് കടക്കുകയാണ്. ശ്രുതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ, ഹൃദയാംബരത്തിലെ മുകിലാംബരത്തിലെ മറയാത്ത മംഗല്യമേ, അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ, ആദ്യ താരമായി ആദ്യാനുരാഗമായി, ആദ്യ താരമായി ആദ്യാനുരാഗമായി, അഴകേ എൻ ഹൃദയത്തിൽ നീ വിടർന്നു, ആദ്യ താരമായി ആദ്യാനുരാഗമായി, അഴകേ എൻ ഹൃദയത്തിൽ നീ വിടർന്നു, ഒരു താരം മാത്രം ഉദിക്കുന്ന മാനം, ഹൃദയേശ്വരി എൻ മനസ്സെന്ന മാനം, അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ, ഹൃദയാംബരത്തിലെ മുകിലാംബരത്തിലെ മറയാത്ത മംഗല്യമേ, അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ. താങ്ക് യു. താങ്ക് യു ടീച്ചർ. സംഗീതത്തിന് മനുഷ്യരെ മാത്രമല്ല സ്വാധീനിക്കാൻ കഴിയും, സർവ്വ ജീവജാലങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. വൈദേഹി കാത്തിരുന്നാൾ എന്ന സിനിമയിലെ ഒരു ഗാനം ചേട്ടൻ ആലപിച്ചതാണ്. രാസാത്തിയൊന്നേ കാണാതെ നെഞ്ചം കാറ്റാടി പോലാടിത്, പൊഴുതാകി പോച്ച് വിളക്കേന്തിയാച്ച് പൊന്മാനെ ഒന്നേ തേടുന്നത്. ഈ പാട്ട് ജയേട്ടൻ പാടിയതാണ്. വൈദേഹി കാത്തിരുന്നാൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ഇതിന്റെ സംവിധാനം നമ്മുടെ ഇളയരാജ സാറാണ്. ഈ കമ്പത്തിനടുത്ത് ഒരു വനത്തോട് ചേർന്നുള്ളൊരു ഗ്രാമമാണ്. അവിടെ ഈ സിനിമ പ്രദർശിപ്പിച്ച സമയത്ത് തൊട്ടടുത്ത് വനമാണെന്ന് ഞാൻ പറഞ്ഞു. വനത്ത് നിന്നും ആനക്കൂട്ടം തിയേറ്ററിൻ്റെ അടുത്ത് വന്ന് പാട്ട് കേൾക്കുമായിരുന്നു എന്ന് ഇളയരാജ സാർ തന്നെ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി പല സന്ദർഭങ്ങളിലും പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഈ ഏത് ഭാഷയും ഏത് വികാരവും ഉൾക്കൊള്ളാൻ പറ്റിയ ശബ്ദമാണ് ജയേട്ടൻ്റെ എന്ന് പറഞ്ഞു വരികയായിരുന്നു. തമിഴ്നാട്ടുകാർ ചിലരൊക്കെ വിചാരിക്കുന്നത് ജയേട്ടൻ അവരുടെ ആളാണ്, തമിഴ് ആളാണെന്നുള്ളതാണ് അവർ ചിന്തിക്കുക. അത്ര തന്മയത്വത്തോടു കൂടി ഏത് ഭാഷയും കൈകാര്യം ചെയ്യുന്നു. മലയാളത്തിൽ കൂടാതെ തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിൽ അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അടുത്തൊരു തമിഴ് പാട്ടാണ്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു വന്നത്. ഗാനം ആലപിക്കുന്നത് ശ്രീപ്രിയ സജീഷാണ്. കന്നത്തിൽ മുത്തമിട്ടാൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ജയേട്ടനും ചിന്മയും ചേർന്ന് പാടിയ ഗാനം. AR റഹ്മാനാണ് ഈ പാട്ടിൻ്റെ സംഗീത സംവിധായകൻ. ഓവർ ടു ശ്രീപ്രിയ ജി. താങ്ക് യു സർ. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിന് ഈനും ട്യൂബിനും നമുക്ക് എല്ലാവർക്കും VBESTനും എല്ലാവരോടും ഒരുപാട് നന്ദി. സർ, കരോക്കെ ഷെയർ ചെയ്താൽ പറ്റുമോ? ട്രൈ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഉടനെ ഉടനെ സിസ്റ്റം ഒരു മിനിറ്റ് അതിലാണ് ഇരിക്കുന്നത്. സിസ്റ്റർ ഞാൻ സജേട്ടൻ്റെ ശരി, അതിൽ ഷെയറിൽ പോയിട്ട് അഡ്വാൻസിൽ കമ്പ്യൂട്ടർ ഓഡിയോ കൊടുക്കണം. കമ്പ്യൂട്ടർ ഓഡിയോ സർ, അത് MP4 ആണ്. ജസ്റ്റ് സ്ക്രീൻ ഷെയർ പോലെ ചെയ്താ പറ്റില്ലേ? വീഡിയോ മാത്രം, സൗണ്ട് ഇല്ല. നോക്കട്ടെ, ഞാനൊന്ന്
ഇതിൽ പൊക്കോളൂ, അഡ്വാൻസിൽ പോയിട്ട് കമ്പ്യൂട്ടർ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്ത്. കേൾക്കാമോ? ഓക്കെ Yes. ഓക്കെ. ഓക്കെ അല്ലേ? ആ ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തേടൽ ഇന്ന തായേ, ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തേടൽ ഇന്ന തായേ, വാഴ്വ തുടങ്ങുമിടം നീതാനേ, വാഴ്വ തുടങ്ങുമിടം നീതാനേ, വാനം മുടിയുമിടം നീതാനേ, കാற்றை போல നീ വന്നായേ, ശ്വാസமாக നീ നിന്നായേ, മാർബിലൂറും ഉയിരേ ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തേടൽ ഇന്ന തായേ. எனது சொந்தம் நீ, எனது பகையும் நீ, காதல் மலரும் நீ, கருவில் முள்ளும் நீ, செல்ல மழையும் நீ, சின்ன இடியும் நீ, செல்ல மழையும் நீ, சின்ன இடியும் நீ, பிறந்த உடலும் நீ, பிரியும் உயிரும் நீ, பிறந்த உடலும் நீ, பிரியும் உயிரும் நீ, மரணம் மீண்ட ஜனனம் நீ, ஒரு தெய்வம் தந்த பூவே கண்ணில் தீடல் என்ன தாயே. ഓക്കെ അല്ലേ സർ? ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. ഫുൾ സോങ് പാടാവുന്ന ടൈം ആവും. ഓക്കെ ഓക്കെ. താങ്ക് യു ക്ലിയർ താങ്ക് യു. ആയിരുന്നു വിചാരിക്കുന്നു. ക്ലിയർ ആയിരുന്നു, നന്നായിരുന്നു. അതുപോലെ താങ്ക് യു. തന്നെ വേറൊരു ഭാഷയിൽ നിന്നും മലയാളത്തിൽ നിന്ന് വിട്ട് ഒരു പാട്ട് ആയിട്ട് വന്ന ശ്രീപ്രിയജിയെ പ്രത്യേകം അനുമോദിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്തത് വിജി ശരത്താണ്. കോന്നിയൂർ ദാസ് എഴുതി ജോൺസൺ മാഷ് സംഗീതം നൽകിയ ഒരു ഗാനം. 1983 ഇറങ്ങിയ ശേഷം കാഴ്ചയിൽ എന്ന സിനിമയിലെ വിജി ശരത് പാടിക്കോളൂ. സാറേ, Yeah. ഞാൻ ആദ്യമായിട്ട് ഈ ഒരവസരം തന്ന സാറിനോടും ജോസഫ് സാറിനോടും ബൈജു സാറിനോടും മറ്റ് ഭാരവാഹികളോടും നന്ദി അറിയിക്കുന്നു.
ഓക്കെ, ഞാൻ മുൻകൂട്ടി പിന്നെ നല്ല മുൻകൂട്ടി പറഞ്ഞേക്കാം. അതായത് ഞാൻ പാടണോ? പ്രായം നമ്മിൽ മോഹം നൽകി എന്നുള്ള പാട്ട് പാടാം. അത് കഴിഞ്ഞ് ഞാൻ പാടണോ എന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആഗ്രഹമല്ലേ ഒരു 4 ലൈൻ. പാടണം. അതുകൊണ്ട് തെരഞ്ഞെടുത്ത പാട്ട് ഏതാ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം. മോഹം. പാടിക്കോളൂ. ഓക്കെ സാറേ. മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ ഈണം പൂത്ത നാൾ മധു തേടി പോയി നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ ഈണം പൂത്ത നാൾ മധു തേടി പോയി. താങ്ക് യു സർ. താങ്ക് യു. അപ്പോൾ മോഹമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ സാധിക്കുമെന്ന് മനസ്സിലായില്ലേ? നമുക്ക് അടുത്തത് ഗീതാ പങ്കജ് ടീച്ചറാണ് പാടുന്നത്. അച്ചാണി എന്ന സിനിമയ്ക്ക് വേണ്ടി 1973 ഇറങ്ങിയതാണ്. എത്രയോ വർഷങ്ങളായി ആ പാട്ടിന്റെ സൗന്ദര്യം ഇപ്പോഴും നിൽക്കുന്നു. പി ഭാസ്കരൻ, ദേവരാജൻ ടീം, പി മാധുരിയും ഒത്ത് പാടിയതാണ്. ഇതിന്റെ രംഗാവിഷ്കാരം സുധീറും സുജാതയുമാണ്. സുധീർ പഴയ ഒരു നടനാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടമാണത്. ആ പാട്ടിന് ജയേട്ടൻ്റെ ആ പാട്ട് ശബ്ദമാധുരി കൊണ്ട് ആ രംഗത്തിന് പോലും അവരുടെ ആ അഭിനയത്തിന് പോലും മികവ് വന്നു എന്നാണ് ഞാൻ പറയുക. ഞാൻ ഇന്നത് ഒന്ന് കണ്ടു നോക്കി ഇതൊന്ന് റെഫർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, താങ്ക് യു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓവർ ടു ഗീതാ പങ്കജ് ടീച്ചർ. സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ സ്പീഡിൽ പോവുകയാണ്. താങ്ക് യു സർ. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു മന്ദാരമല കൊണ്ട് ശരം തൊടുത്തു മാറിയോ എന്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന മദകരമാമൊരു വേദന. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു അകലെ അകലെയാ സൗന്ദര്യത്തിൻ അളകനന്ദയുടെ തീരത്ത് തങ്കക്കിനാവുകൾ താലമെടുക്കും താരുണ്യ സങ്കൽപ്പമതിരോത്സവം പ്രേമഗാനം തുളുമ്പുന്ന കാവ്യോത്സവം. ആ ആ ഹൃദയ സഖിനി ജീവിതമൊരുക്കും മധുവിതുരജനിതന്മാറത്ത് കൽപ്പനാലക്ഷങ്ങൾ പേമായി ചൊരിയും രാഗാനുഭൂതിതൻ വസന്തോത്സവം പ്രേമഗാനം തുളുമ്പുന്ന കാവ്യോത്സവം. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു മന്ദാരമലർ കൊണ്ട് ശരം തൊടുത്തു മാറിലോ എന്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന മദകരമാമൊരു വേദന. താങ്ക് യു. താങ്ക് യു. മനോഹരമായി പാടി. അടുത്തത് കള്ളിച്ചെല്ലമ്മ എന്ന സിനിമ. അതിൽ പാട്ടുകൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു. 1969 ഇറങ്ങിയ സിനിമയാണ്. അതിലെ ഗാനം ഷീബ ഖാദർ ജി ഉണ്ടോ? ഇല്ലല്ലോ. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. പബ്ലിക്കായിട്ട്
നാലുപേരുടെ മുമ്പിൽ ഞാൻ ആദ്യം പാടി തുടങ്ങിയ പാട്ട് ഇതാണ്. കാരണം ഓഫീസിൽ റിട്ടയർമെന്റുകളൊക്കെ വരുമ്പോൾ ഈ പാട്ടും കൂടെ പാടിക്കഴിഞ്ഞാൽ എല്ലാവരും നിശബ്ദരാകും. ആ ഒരു എന്താ പറയുക, ഒരു ഗൃഹാതുരത്വോ ഒരു പ്രത്യേക പ്രസന്റ് മോമെന്റിലേക്ക് എല്ലാവരും വരുന്നതായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാട്ടായതുകൊണ്ടാണ് ഷീബ ഖാദർജി പാടാമെന്ന് ഏറ്റതാണ്. ഷീബ ഖാദറിന് വരാൻ പറ്റാത്തത് കൊണ്ട് രണ്ടുപേരി പാടി ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. മിനി ആൻസിലി മാഡമാണ് അടുത്തതായി ഗാനം ആലപിക്കുന്നത്. രാപ്പകൽ എന്ന സിനിമയ്ക്ക് 2005 ഇറങ്ങിയതാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, മോഹൻ സിത്താര ടീം, നീലാംബരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനം തങ്കമനസ്. ഓവർ ടു മിനി ആൻസിലി മാഡം. തങ്കമനസ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുൻപിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈങ്കിടാവ് കോടിപ്പാവെടുത്ത് കണിത്താലവുമായി വിഷു കൈനീട്ടമൻ കയ്യിൽ തരുമ്പോൾ എന്റെ മിഴി രണ്ടും നിറയും, ഞാൻ തൊഴുതു കാലിൽ വീഴും. അമ്മ മനസ്സ് തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുൻപിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈങ്കിടാവ്. താങ്ക് യു സാർ. ഞാൻ പ്രാക്ടീസ് താങ്ക് യു. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ജയേട്ടന്റെ പാട്ട് അങ്ങനെ അനുകരിക്കാൻ ജയേട്ടന് പോലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത്രയൊക്കെ പാടിയല്ലോ. അപ്പോൾ മിനി ആൻസിലി മാഡം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന പാട്ടാണ് ഇത്, പാടിക്കോളൂ എന്ന് പറഞ്ഞു. കാരണം ഓരോരുത്തർക്കും എന്താണ് അനുയോജ്യമായ പാട്ടുകളാണ് വന്നിരിക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ വിജി ശരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ നന്നായിരുന്നു. 20 വർഷം മുമ്പ് പാടിയ പാട്ടാണ്. അതുപോലെ തന്നെ കരിമുകിൽ കാട്ടിലെ എന്ന് പറഞ്ഞാൽ 56 വർഷങ്ങൾക്ക് മുമ്പുള്ള പാട്ടാണ്. അതിനെന്തെങ്കിലും എന്താണ് ഭംഗം വന്നിട്ടുണ്ടോ? അതിൻ്റെ ആ ഇമ്പത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ ആ മാസ്മരികതയ്ക്കോ? നോക്കൂ, 56 വർഷങ്ങൾക്ക് മുമ്പ് ജയേട്ടൻ പാടിയ പാട്ടാണ് കരിമുകിൽ കാട്ടില്. ഇത് 20 വർഷം മുമ്പ് പാടിയതാണ്. അടുത്ത പാട്ട് പാടുന്നത് ഒരു ലളിതഗാനമാണ്. ലളിതഗാനം അദ്ദേഹം ധാരാളം പാടിയിട്ടുണ്ട്. 1-2 ഒന്നിനി ശ്രുതി താഴ്ത്തി എന്നുള്ള പാട്ട് ലളിതഗാനമാണ്. പിന്നെ മാമ്പൂ വിരിയുന്ന രാവുകളിൽ മാതളം പൂക്കുന്ന രാവുകളിൽ ഞാനൊരു പൂ തേടിപ്പോയി, ആരും കാണാത്ത പൂ തേടിപ്പോയി. ഇത് ദാസേട്ടനും ജയേട്ടനും പാടിയിട്ടുണ്ട്. ഇതിലേതാ മെച്ചമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് മനോഹരമായ റെൻഡിഷനാണ് ഇത് രണ്ട് ഗാനങ്ങളും. നമുക്ക് ഇന്നൊരു ലളിതഗാനം ഇവിടെ ആലപിക്കുന്നത് സുബാബു സാറാണ്. എൻ്റെ ഒരു ആഗ്രഹപ്രകാരമാണ് അദ്ദേഹം ഈ പാട്ട് തിരഞ്ഞെടുത്തത്. സുബാബു സാറിനെ ക്ഷണിക്കുന്നു. ജയചന്ദ്രൻ സാറിന് ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട്. സൗണ്ട് കുറവാണ്, സൗണ്ട്. ജയചന്ദ്രൻ സാറിന് കേൾക്കാവോ സാറേ? കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ജയചന്ദ്രൻ സാറിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ലളിതഗാനം, 4 വരി മാത്രം. സ്മൃതി തൻ ചിറകിലേറി ഞാനൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. സ്മൃതി തൻ ചിറകിലേറി ഞാനൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു. അരയാലും കുളവും ഈ കൽപ്പടവും പുനർജന്മം എനിക്കേകുന്നു. ഞാൻ എൻ്റെ ബാല്യത്തിൻ തീരത്തു നിൽക്കുന്നു. സ്മൃതി തൻ ചിറകിലേറി ഞാനൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു.
അരയാലും കുളവും ഈ കൽപ്പടവും പുനർജന്മം എനിക്കേകുന്നു. ഞാൻ എൻ്റെ ബാല്യത്തിൻ തീരത്തു നിൽക്കുന്നു. സ്മൃതി തൻ ചിറകിലേറി ഞാനൻ ശ്യാമഗ്രാമ പൂവിലണയുന്നു. താങ്ക് യു സാർ. ജോസഫ് ജോൺ സാർ, താങ്ക് യു. ആ സാർ, ഇത് പാടിയത് ആരാണ്? അദ്ദേഹത്തിനെ എന്റെ സ്ക്രീനിൽ കണ്ടില്ല. ആരാണ് പാടിയത്? സുബാബു എന്ന് പറയുന്ന സാർ, സുബാബു സാർ. സാറ് ഇതിന്റെ അനുപല്ലവി അറിയുമോ? ആ അറിയാം, പാടിക്ക്. എനിക്കത് അതിന്റെ സാറേ അത് നാലുവരെങ്കിലും പാടിയ അതിനകത്താണ് ആ പാട്ടിന്റെ സംഗതികളൊക്കെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ എം ജയചന്ദ്രൻ ട്യൂൺ ചെയ്തതാണ്. കഥയൊക്കെ ഉണ്ട്. അതെ, എം ജയചന്ദ്രൻ ട്യൂൺ ചെയ്തിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഈ പാട്ടിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അനുപല്ലവി പാടിയപ്പോൾ എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത രീതിയിൽ അല്ലാതെ വേറൊരു സ്റ്റൈൽ പാടിയപ്പോൾ ഇവർ തമ്മിൽ ജയേട്ടൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്, തരകണി സ്റ്റുഡിയോയിൽ നിന്ന്. അങ്ങനൊരു കഥയുണ്ട്. പിന്നെ ഇവർ ജേട്ടൻ അങ്ങനെ ചൂടാവുന്ന ഒരാളാണല്ലോ പെട്ടെന്ന് തണുക്ക്. അങ്ങനെ പിന്നെ അത് എഴുതിയത് ഹരി കുടപ്പനക്കുന്ന്. അവരുടെ അവിടെ പോയി നിർണയിപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ കഥ ജയേന്ദ്രൻ തന്നെ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. എം ജയൻ ഒരു 4 വരി പാടിക്ക് അനുപല്ലവി, അല്ലെങ്കിൽ അറിയാവുന്ന അത്രയും പാടും. സോറി, ഇന്ന് അത്ര ഭംഗിയുണ്ട് ജോസഫ് ജോൺ സാർ. കേട്ടാട്ടി പാട്ട് അനുപല്ലവി സാറേ, അത് ഇന്നാണ് ഞാൻ സത്യം പറഞ്ഞ ഈ പാട്ടൊന്ന് പ്രാക്ടീസ് എന്റെ അഭ്യർത്ഥന മാനിച്ചാണ് എനിക്ക് സുബാബു സാർ ഈ തെറ്റിപ്പോ പാട്ട് സാറേ. എടുത്തത്. ആദ്യത്തെ പല്ലവി മാത്രമേ എനിക്ക് ആ ട്യൂൺ അറിയായിരുന്നു. അടുത്ത ട്യൂൺ എനിക്ക് കിട്ടുന്നില്ല സാർ, അതുകൊണ്ടാണ് ഞാൻ പാടാൻ. ട്യൂൺ മനോജ് സാർ പാടുന്നുണ്ടോ? മനോജ് സാർ ഞാനും പ്രിപ്പയർഡ് അല്ലേ. ഭയങ്കര ഭംഗിയായി. അതെ, നന്നായിട്ട് പാടുകയും ചെയ്ത സൗണ്ടും വളരെ യോജിക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ കൊണ്ട് പാടാൻ നമുക്ക് 5 മിനിറ്റ് കൂടി ബൈജു സാറേ ഒരു 10-15 മിനിറ്റ് എടുത്തോട്ടെ. ഇങ്ങനെ വന്നതുകൊണ്ടാണ്. ഓക്കെ, ഈ രവി മേനോൻ എന്ന് പറയുന്ന ആളുടെ അനുഭവ കുറിപ്പിൽ ഇങ്ങനെ ഞാൻ വായിച്ചു. അദ്ദേഹം താമസിക്കുന്ന ഹോട്ടൽ മുമ്പിൽ ജയേട്ടൻ വന്ന് കാറ് നിർത്തി യാത്ര പറയാൻ നേരം കൈകൾ ചേർത്ത് പിടിച്ച് കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ജയേട്ടൻ ചോദിച്ചു, ജയേട്ടനെ മറക്കുമോ രവി? എന്ത് മറുപടി നൽകണമെന്ന് തനിക്കറിയില്ലായിരുന്നെന്ന് രവി മേനോൻ പറയുന്നു. ജീവിതത്തിൽ ഓരോ വഴിത്തിരിവിലും സ്നേഹമായും സാന്ത്വനമായും നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്ന ശബ്ദത്തിൻ്റെ ഉടമയെ എങ്ങനെ മറക്കാൻ? അതാണ് നമുക്കും പറയാനുള്ളത്. നമ്മളോടൊപ്പമുള്ള ഈ ഒരു ശബ്ദത്തിൻ്റെ ഉടമയെ സ്നേഹമായും സാന്ത്വനമായും എല്ലാ വികാരങ്ങളും നമുക്ക് പകർന്നു തരുന്ന ആ ശബ്ദത്തിൻ്റെ ഉടമയെ എങ്ങനെ മറക്കാൻ? നമുക്ക് അദ്ദേഹത്തെ മറക്കാൻ വിടാൻ പറ്റില്ല. ഈ പാട്ടുകളിലൂടെ നാം ജീവിക്കണം. ജയേട്ടൻ എന്താണ് പുനർജനിക്കണം ഈ പാട്ടുകളിലൂടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ഗാനം ആലപിക്കുന്നത് ഗീതാലക്ഷ്മിയാണ്. സംഗീതം. മലയാള ഭാഷയെക്കുറിച്ച് നമുക്കുള്ളതിനേക്കാളും മതിപ്പ് മറ്റു ഭാഷക്കാർക്കുണ്ട്. ആൻഡ്രേ കുർക്കോവ് എന്ന് പറയുന്ന ഉക്രൈനിയൻ സാഹിത്യകാരൻ കേരളത്തിൽ വന്നപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ പറയുകയാണ്, ബീഥോവന്റെ സിംഫണി പോലെ എത്ര മനോഹരമാണ് മലയാളമെന്ന്. നമുക്കത് മനസ്സിലാക്കാൻ ഇതുപോലുള്ള പാട്ടുകൾ കേട്ടാൽ മതി. ഓക്കെ, മലയാള ഭാഷയുടെ മാദക ഭംഗി വർണ്ണിക്കുന്ന ഗാനം ഗീതാലക്ഷ്മി നാട്. താങ്ക് യു സർ. മലയാള ഭാഷ തൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷ തൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ കരമുണ്ടിൽ തെളിയുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി
പളുങ്കണിയൊച്ച ഞാൻ കേൾക്കുന്നു കേൾക്കുന്നു. മലയാള ഭാഷ തൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ ഉളിയില കരമുണ്ടിൽ തെളിയുന്നു. താങ്ക് യു സർ. നമുക്ക് ഒരു ദിവസം 24 മണിക്കൂർ പോരാന്ന് തോന്നുന്ന സമയങ്ങളാണ്, അതിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവസാനിപ്പിക്കാം. അവസാനത്തെ ഗാനം നമ്മുടെ ടൈറ്റിൽ സോങ് ആണ്, അനുരാഗ ഗാനം പോലെ ഒരു മനുഷ്യൻ. അനുരാഗ ഗാനത്തിൻ്റെ കാര്യവും മനുഷ്യൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ മനുഷ്യരെ ചേർത്ത് നിർത്തിയ ഒരു അനുഭവം കൂടി പറയാൻ സമയമില്ല എങ്കിലും ഞാൻ പറയാണ്. ശരണമന്ത്രം 2011 ശരണമന്ത്രം അയ്യപ്പ ഭക്തി ഗാനങ്ങൾ അദ്ദേഹം ഒരു സാധാരണ ഗായകന് വേണ്ടി അല്ലെങ്കിൽ സംഗീത പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പാടി. മാസങ്ങൾക്ക് ശേഷം 2011 തന്നെ പ്രമുഖ ഭക്തിഗാന റിലീസിംഗ് കമ്പനി അദ്ദേഹത്തെ സമീപിച്ചു. അയ്യപ്പ ഭക്തിഗാനം പാടിത്തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ മറ്റൊരു കൂട്ടർക്ക് വാക്ക് കൊടുത്തു പോയി, പറഞ്ഞ വാക്ക് മാറ്റാൻ എനിക്ക് കഴിയില്ല. സിനിമാ മേഖലയിലെ ആൾക്കാരാണ്, ഒത്തിരി റീച്ച് കിട്ടും. മറ്റുള്ളവരൊക്കെ അത്ര പ്രശസ്തരൊന്നും അല്ലല്ലോ, നമുക്ക് പാടാം. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി 7 പാട്ടെങ്കിലും പാടിത്തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഒരു സീസണിൽ ഒരു കമ്പനിക്ക് മാത്രമേ ഞാൻ പാടും. പണം മുടക്കുന്നവന് മുടക്കുമ്പോഴെങ്കിലും കിട്ടണ്ടേ. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി നിന്ന മനുഷ്യൻ പല കമ്പനികൾക്ക് വേണ്ടി പാടിയാൽ മറ്റുള്ളവരുടെ അല്ലെ പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണ കമ്പനിക്കാരെ ചലിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സന്തോഷ് ഈച്ചരത്ത്, തൃശ്ശൂരുകാരനാണ്. അദ്ദേഹം ചെറിയൊരു സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിന് വേണ്ടി ജയേട്ടൻ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മനുഷ്യമുഖം, മനുഷ്യഹൃദയം കാത്തു സൂക്ഷിച്ച ജയേട്ടന് വേണ്ടി ഈ ഗാനം ആലപിക്കാം. അനുരാഗ ഗാനം പോലെ എന്നുള്ള ഗാനം ഉദ്യോഗസ്ഥ എന്ന സിനിമയ്ക്ക് വേണ്ടി 1967 ഇറങ്ങിയതാണ്. ഈ പാട്ട് ഇറങ്ങിയിട്ട് എത്ര വർഷമായെന്നറിയാവോ? 58 വർഷം. ജയേട്ടന് 22 വയസ്സുള്ളപ്പോൾ പാടിയ പാട്ടാണ്. ഈ പാട്ടോടുകൂടി നമ്മുടെ ഗാനാഞ്ജലി അവസാനിക്കുകയാണ്. അതിനുശേഷം വോട്ട് ഓഫ് താങ്ക്സ് എല്ലാവർക്കും ഈണത്തിൻ്റെ പേരിലുള്ള നന്ദി അഡ്വാൻസ് ആയിട്ട് പറയുന്നു. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ? മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതക മാണിക്യമണിയാണോ? അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. തുമണിമാരൻ്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്ക് വന്നൊരു പൂവാണോ? തുമണിമാരൻ്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്ക് വന്നൊരു പൂവാണോ? കനിപോലും ഈശ്വരൻ അഴകിൻ്റെ പാലാഴി, കനിപോലും ഈശ്വരൻ അഴകിൻ്റെ പാലാഴി കടഞ്ഞെടുത്തൊരമൃതാണോ? അനുരാഗാനം പോലെ അഴകിൻ്റെ
അല പോലെ ആരു നീ ദേവതേ. താങ്ക് യു. അനുരാഗ ഗാനം പോലെ ഒരു മനുഷ്യൻ. നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അടുത്തത് വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോകുന്നതിനായിട്ട് രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു, നമ്മുടെ ബി ബസിന്റെ ക്യാപ്റ്റൻ. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം അനുരാഗ ഗാനം പോലെ ഒരു മനുഷ്യൻ എന്ന ടൈറ്റിലോടുകൂടി ഈണം ഇന്ന് നടത്തിയ ഈ അനുസ്മരണം ഇതിൽ ഏറ്റവും ഉചിതമായ വ്യക്തിയെ തന്നെ ജോസഫ് ജോൺ സാർ എത്തിച്ചതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാം. കാരണം ശ്രീ മനോജ് കുമാർ സാർ നമുക്ക് വരച്ചു കാട്ടി തന്നത് അതാണ്. ഒരു ഭാവഗായകൻ എന്ന രീതിയിൽ ജയേന്ദ്ര സാറിനെ നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ അതേ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഏറെക്കാലം ഒന്നിച്ച് നടന്ന് ജോലി ചെയ്ത് പാട്ടുപാടിയ അതിനുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഒരുക്കി കൊടുത്ത ശ്രീ മനോജ് കുമാർ സാറിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണെന്ന് നമുക്കറിയാം. എങ്കിൽ നമുക്ക് നമുക്ക് കേട്ടാൽ മതി വരാത്ത രീതിയിൽ തന്നെ ആയിരുന്നു കാര്യങ്ങൾ നീക്കിയിരുന്നത്. പി സുശീലയുടെ ഒക്കെ തന്നെ ഫോട്ടോ വെച്ച് ആരാധിക്കുകയും സാഷ്ടാംഗം പ്രണയിക്കുകയും ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഉള്ളിലും എങ്ങനെയായിരിക്കണം ഒരാളെന്ന ഒരു തിരിയാണ് നമുക്ക് കത്തിച്ചു തരുവാൻ മനോജ് കുമാർ സാറ് സാധിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ജയേട്ടൻ എങ്ങും പോയിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി അത് വരുമ്പോൾ തീർച്ചയായിട്ടും സാറേ നമ്മുടെ എല്ലാ ഹൃദയങ്ങളുടെയും വി ബെസ്റ്റ് എന്ന കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടി ഞാൻ സാറിനോട് നന്ദി പറയട്ടെ. ഇന്ന് ഈ ദിവസം നമുക്ക് സാറിന് വളരെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിലുള്ള നന്ദി ഒന്നുകൂടി അറിയിക്കട്ടെ. അതോടൊപ്പം ഇന്ന് ഈ പ്രോഗ്രാമിൽ സ്വാഗതമേകിയ സജീഷ് നെമാർ സാറിന് പരിചയപ്പെടുത്തുകയും കാര്യം ചെയ്ത നമ്മുടെ എല്ലാമായ അതായത് വി ബെസ്റ്റ് എന്നതിൻ്റെ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന ബൈജു പാം സാർ, കോർ ടീം അംഗങ്ങൾ, ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, അതോടൊപ്പം ഒന്നിന് തിരുതാഴ്ത്തു എന്ന് പറഞ്ഞ് നമ്മളെ ഓർമ്മപ്പെടുത്തിയ മിനി റോസ് ടീച്ചറും, അശ്വതി നക്ഷത്രത്തെ കൊണ്ട് തിളക്കമേക്കിയ ലിസി ടീച്ചർക്കും, രാസക്തിയെ കൊണ്ട് ചിരിപ്പിച്ച ശ്രീപ്രിയ മാഡത്തിനും, മോഹം ഒന്നുകൊണ്ട് മാത്രം മതിയെന്ന് വിജയ് ശരത്ത് ഓർമ്മിപ്പിച്ചിരിക്കുന്നു. മല്ലികാ ബാണത്തെ വീണ്ടും ഓർമ്മിപ്പിച്ച് ഗീതാ പങ്കെ ടീച്ചറും, അമ്മ മനസ്സ് തുറന്നു കണ്ടുന്ന മിനി ആൻസി മാമിനും, സ്മൃതൻ ചിറകിലേറ്റിക്കൊണ്ട് നമ്മെ കൊണ്ടുപോയ സുബാബ് സാറിനും, മലയാള ഭാഷയെ ഒരിക്കൽ കൂടി ഓർപ്പിച്ച ഗീതാലക്ഷ്മി മാമിനും നന്ദി പറയട്ടെ. ഇന്നത്തെ ഈണത്തിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയത്തക്ക കാര്യമാണ്. കാരണം നമുക്കിന്ന് ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിരിക്കുന്നത് ജോസഫ് ജോൺ സാറിന്റെ അക്ഷീണ പ്രയത്നമാണ്. അതോടൊപ്പം തന്നെ ഒരു ഗായകനായ ജയകുമാർ സാറും ഒക്കെ ഉള്ള നമ്മുടെ ഈ വേദി ഗാനത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഇതിന് ഈ ഒരു വേദി ഇങ്ങനെ ഒരുക്കാൻ സാധിച്ചതിന് എല്ലാവരോടും ഒരിക്കൽ കൂടി വി ബെസ്റ്റിന് വേണ്ടി നന്ദി പറയട്ടെ. താങ്ക് യു. കൃതജ്ഞത അർപ്പിച്ച ആർ കെ സാറിന് നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇനി നമുക്ക് ഇത്രയും വൈകിയത് കൊണ്ട് ബൈജു സാർ ഓവർ ടു. താങ്ക് യു സോ മച്ച് മനോജ് സാർ. ഒരിക്കൽ കൂടി തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള നന്ദിയും സ്നേഹവും. ഞങ്ങൾ വി ബെസ്റ്റ് ആണ്. 1226 ദിനമാണ് നാളെ പ്രഭാതം. 27 ദിനത്തിലാണ് നാളെ പ്രഭാതം ഞങ്ങൾ തുടരുന്നത്. എല്ലാ ദിവസവും മുടക്കമില്ലാതെ 4 മണിക്കും 3:30 മുതലുള്ള ക്ലബ്ബുകളുണ്ട്. 3:30 ഒരു ക്ലബ്ബുണ്ട്. അതിലിരുന്നവർ 3:30 തന്നെ ഗുഡ് മോർണിംഗ് ചെയ്ത് ആ ക്ലബ്ബ് ഓപ്പൺ ആക്കും. 4 മണിക്കും 4:15, 4:30, 4:45, 5 മണിക്കും ഉള്ള ക്ലബ്ബുകളാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ 66ഓളം പേര് തുടർച്ചയായിട്ട് ഈ 1227 പ്രഭാതത്തിലേക്ക് നാളെ കിടക്കുകയാണ്. റൈറ്റ്, അതാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി. ഞങ്ങളുടെ ലക്ഷ്യം എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. സാറിനെ കാണുമ്പോഴും സാറിന്റെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ പോകുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ആ സന്തോഷവും നന്മയും ഒക്കെ. ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ
ജയേട്ടൻ എന്ന് സ്നേഹത്തോടു കൂടി വിളിക്കുന്ന അങ്ങ് പറയുമ്പോൾ ആ സന്തോഷവും സ്നേഹവും ഉള്ളു നിറയുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് ഞങ്ങൾ വി ബെസ്റ്റ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈണം ഈ പ്രോഗ്രാമിന് ഏറ്റവും ഉചിതമായ, ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ തന്നെയാണ് കിട്ടിയത് എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനം, സന്തോഷവും. പ്രത്യേകം ജോസഫ് ജോൺ സാറിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കണം. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു ബൈജു സാർ. താങ്ക് യു സാർ. ഈ ബസ്സിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഒക്കെ ഇത് ഇങ്ങനെ തന്നെ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ നിലയ്ക്കാത്ത, സാർ ഇപ്പോൾ പറഞ്ഞ മാതിരി ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മളുടെ ഒരു ഫ്ലോയാണ്, പ്രവാഹം പോലെ നടക്കുന്ന ഈ ബസ്സിനും അതിൻ്റെ കൂട്ടത്തിലുള്ള ഈ സംഗീത കൂട്ടായ്മ ഈണം, ഇതിനൊക്കെ എല്ലാ വിധത്തിലുള്ള ഭാവങ്ങൾ അർപ്പിക്കുന്നു. ഇനിയും ഒഴുകുമെന്ന് പറഞ്ഞ പോലെ ഇതും അങ്ങനെയും ഇത്രയും കാലം നീണ്ടു നിൽക്കട്ടെ സാർ. താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. ജോസ്കുര്യൻ സാർ ഒരു ഹായ് പറയൂ. ഐസക് സാർ എന്തെങ്കിലും പറയാനുണ്ടോ? ജോസ്കുര്യൻ സാർ 2 വാക്ക്. മനോജ് സാറിന്റെ വാക്കുകളെ ഐസക് സാർ, ജോയ് സാർ, ജോസഫ് ജോൺ സാർ. ഐസക് സാർ ഒരു മിനിറ്റ്. ഓക്കെ ഐസക് സാറേ, സോറി വണ്ടിയിലാണ്. ഓക്കെ വണ്ടിയിലാണ്. ഇല്ല, റെഡിയാണ്. നന്ദി നന്ദി നന്ദി. ഈ മഹത്തായ ഈ സായാഹ്നം, ഈ രാത്രി ഏറ്റവും ഹൃദ്യമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മനോജ് കുമാർ സാറിന്റെ സജീവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഒട്ടും അത്ഭുതവും അതിശയോക്തിയും ഇല്ല ഇതിനകത്ത്. കാരണം ജയേട്ടന്റെ സന്തത സഹചാരിയെ പോലെ 1989 മുതൽ ഈ 35 വർഷക്കാലം ഒരുമിച്ച് സഞ്ചരിച്ച് ആ ഗാനസപര്യയിലൂടെ ആവോളം മുങ്ങിത്താണ് ഒരുമിച്ചായിരിക്കാൻ കഴിഞ്ഞ ഒരു പ്രതിഭാശാലിയായ കലാകാരൻ നമ്മോടൊപ്പം ഈ രാത്രിയിൽ ഒരുമിച്ച് വന്നു എന്നുള്ളത് ഏറ്റവും മഹത്തായ, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് ആണ്. വളരെ ലേറ്റായിട്ട് അല്ല എങ്കിൽ പോലും നമ്മോടൊപ്പം ഇരുന്ന് ഈ മുഴുവൻ സമയവും ഇവിടെയുള്ള ഓരോ ഹൃദയബന്ധുക്കളുടെയും ചെറിയ ഗാനാലാപനവും ഈ പരിപാടിയുടെ ആകെയുള്ള സൗകുമാര്യതയും സൗന്ദര്യവും ഒക്കെ ആസ്വദിക്കാൻ മനോജ് കുമാർ സാർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണുകയാണ്. ജയേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇനിയും നമുക്ക് എല്ലാവർക്കും ഒത്തിരി പറയാനുണ്ടാവും. പക്ഷെ അതിനൊക്കെ പിന്നീട് അവസരമാവട്ടെ. ജോസഫ് ജോൺ സാറിന് ഇത് പരിപാടി മൊത്തം ക്രമീകരിച്ചതിന് പ്രത്യേകിച്ചും ഈ നമ്മുടെ ബൈജുപാം സാറിനും ക്യാപ്റ്റനും എല്ലാ ബന്ധുക്കൾക്കും ഇന്ന് ക്ഷണിതാക്കളായി നമ്മുടെ ഗസ്റ്റുകളായി വന്നിരിക്കുന്ന പലയാൾ സുഹൃത്ത് അങ്ങനെ ആൾക്കാർക്കും എല്ലാവർക്കും ഒരു താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ജോസ്കുര്യൻ സാർ ഒരു ഹായ് പറഞ്ഞു എല്ലാവർക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാന് 8:18 വല്ലാത്തൊരു ആശങ്കയിലായിപ്പോയി. ഞാന് ലോഗൌട്ട് ആയിപ്പോയി. അപ്പോ ഈ ചടങ്ങിനൊരു മങ്ങല് ഏൽക്കാതിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ വളരെ വേഗത്തിൽ സജീഷിയെ വിളിച്ച് ആരൊക്കെയാണ് പാടുന്നതെന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ട് നന്ദി പറയാനുള്ള ചടങ്ങ് ആരെങ്കിലും ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ RKGയിലേക്ക് അത് കൈമാറുകയാണ് ഉണ്ടായത്. ഇതിന്റെ ശോഭയൊട്ടും കെടുത്താതെ തന്നെ അത് വളരെ ഭംഗിയായി നിർവഹിച്ച RKGക്ക് ആദ്യമേ നന്ദി പറയട്ടെ. അതുപോലെ മനോജ് കുമാർ സാർ, ഞാന് ജോസഫ് ജോൺ സാറിനെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ജോസഫ് ജോൺ സാറ് ഈ പാട്ടിനെ ഇത്ര പ്രണയിക്കുന്നു എന്നുള്ളത് എന്തുമാത്രം എത്ര പേർക്ക് അറിയാമായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇവിടെ പുല്ലുവഴി വായനശാലയുടെ പാട്ടിൻ തേൻഗണത്തിലും വളയഞ്ചിറങ്ങര വായനശാലയുടെ പാട്ടിന്റെ പാലാഴിയിലും പാട്ട് എവിടെയുണ്ടോ അവിടെയെല്ലാം ഓടിയെത്തുകയും പലപ്പോഴും ഈ പാട്ടൊന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എന്റെ വീടിനടുത്തേക്കാണ് ജോസഫ് ജോൺ സാർ വരിക. ഊണിലും ഉറക്കത്തിലും നടപ്പിലും എല്ലായ്പ്പോഴും പാട്ടിനെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ജോസഫ് സാറ് ഇത്ര മനോഹരമായി ഈ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചു. ഇത് ജയചന്ദ്രൻ സാറിന് ഉള്ള വലിയൊരു ട്രിബ്യൂട്ടാണ്. ഏതാണെങ്കിലും അതിന് ഏറ്റവും ഉചിതമായ ആളെ തന്നെ ഗസ്റ്റായി കിട്ടുകയും ചെയ്തു. അതുപോലെ ഇന്നത്തെ പരിപാടിയിൽ മറ്റ് നമ്മളുടെ ടീമിലുള്ള ബന്ധുക്കളായിട്ടുള്ളവര്, നമ്മുടെ ഐസക് ജിയുടെ സുഹൃത്ത് തുടക്കത്തിൽ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഏതാണെങ്കിലും ഇന്നത്തെ ഈ സന്ധ്യ വളരെ മനോഹരമാക്കി നമുക്ക് എന്നെന്നും മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്ദി അവരെ എന്നെന്നും ഓർമ്മിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മുടെ പ്രിയ ഗായകൻ ജയേന്ദ്രൻ സാറിന് ഇന്ന് നമ്മൾ നൽകിയ ഈ ട്രിബ്യൂട്ടിന് പങ്കെടുത്ത എല്ലാവർക്കും ഇത് മനോഹരമാക്കിയതിൽ നിർണായകമായ പങ്കുവഹിച്ച ജോസഫ് ജോൺ സാറിനും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ബൈജു സാറാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വഴികാട്ടി
ആരും അതുകൊണ്ട് തന്നെ ബൈജു സാറിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു ബൈജു സാർ. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും നന്ദി. മനോജ് സാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. Thank you, sir. മനസ്സില്ലാ മനസ്സോടെയാണ് അവസാനിപ്പിക്കുന്നത്. അതെ അതെ, പോകാൻ തോന്നുന്നില്ല. ആർക്കും പോകാൻ തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ജയേട്ടന്റെ പാട്ടുകൾ നമ്മൾ പാടിക്കൊണ്ടും ആസ്വദിച്ചുകൊണ്ടും അദ്ദേഹത്തെ നമുക്ക് പുനർജീവിപ്പിച്ചുകൊണ്ടിരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ സാർ, Thank you. ഗുഡ് നൈറ്റ് ടു ഓൾ. Good night. Thank you. Good night.